പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകളെ ഭൂമിയിൽ പ്രകാശിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവം ഈ ഏഴയെ തെരഞ്ഞെടുത്തതിനായി ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവം മാത്രം ഇതിലൂടെ സംസാരിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഹൃദയങ്ങളും ദൈവം തുറന്നു തരുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന സബ്ജക്റ്റുമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് ഇടപെടുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്നെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ബൈബിൾ പ്രകാരമാണ് ശുശ്രൂഷ നടക്കുന്നത്. ഈ ശുശ്രൂഷയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തയേശുവിൽ നിങ്ങൾ ഏവരെയും സ്വർഗീയ പിതാവുമായി ഒന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്, ദൈവപുത്രന്മാരെ നിങ്ങൾ വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഈ പുസ്തക അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ബൈബിൾ അടിസ്ഥാനത്തിൽ. ഇത് പ്രകാരം അല്ലാതെയാണ് ഞാൻ എന്തെങ്കിലും പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ മാറാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെയല്ല, ഈ പുസ്തകത്തെ വിശ്വസിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ സത്യവചനത്തിന് പ്രാധാന്യമില്ലാതെ ജനം അവരുടെ ഇച്ഛയ്ക്കൊത്തവണ്ണം ശുശ്രൂഷകരെ പെരുക്കുന്നു എന്ന് പറയുന്ന നാളാണ് ഇത്. അന്ത്യനാളാണ്, ദുർഘട സമയങ്ങൾ വരുന്ന നാളാണ്. അപ്പോ ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ കൂടെ നാം ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുവാനായിട്ട് ഇടയാകണം. ഇപ്പൊ ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്ന ആ നിയമം ഈ ഭൂമിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല. നമ്മൾ കേട്ടു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലോ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ ഒന്നുമില്ലാത്ത സിലബസ് ആണ്. പക്ഷെ ദൈവരാജ്യത്തിലെ പ്രധാനപ്പെട്ട സിലബസ് ആണ്. കാരണം ദൈവരാജ്യത്തിലെ ആ പ്രവർത്തന രീതിയാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേട്ട് അതിൽ പ്രകാരം നടക്കുക എന്നുള്ളത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഈ ഒരു തലത്തിൽ ജീവിക്കുന്നവർ വളരെ വിരളമാണ്. ഇത് അറിയാവുന്നവർ തന്നെ വിരളം. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല സ്വരങ്ങളിൽ ഒരു സ്വരം എന്ന് പറയുന്നത്, എൻ്റെ ഉൾത്തളങ്ങളിൽ വിളങ്ങുന്ന ഒരു സ്വരം എന്ന് പറയുന്നത്, വഴികാട്ടികളെ ആവശ്യമുണ്ട്. ലോ ഓഫ് ദ സ്പിരിറ്റുമായുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വഴികാട്ടികളെ ആവശ്യമുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം അനേക വഴിമുടക്കികളെയാണ് ഇന്ന് സഭയിൽ തന്റെ ശുശ്രൂഷയിൽ കാണുന്ന വഴിമുടക്കികൾ. വഴികാട്ടികളെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് വേണ്ടത് പ്രസംഗകരെ അല്ല, ഇത് നമുക്ക് വേണ്ടത് വെറും ശുശ്രൂഷകരെ അല്ല, ഇത് നമുക്ക് വേണ്ടത് ഗാനമേള നടത്തുന്നവരെ അല്ല, ഇത് നമുക്ക് വേണ്ടത് വഴികാട്ടികളെയാണ്. വഴികാട്ടികൾ. പ്രിയ സഹോദരങ്ങളെ, ഈ വഴികാട്ടികൾ പ്രോപ്പറായിട്ട് വഴി കാണിക്കാഞ്ഞത് കൊണ്ടുള്ള വലിയൊരു ദുരന്തം ഇന്ന് ലോകത്തിന് വന്നിരിക്കുകയാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ വഴികാട്ടികളെ ആവശ്യമുണ്ട് എന്ന ടൈറ്റിലാണ് ഇന്ന് നാം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ എൻ്റെ സഹോദരങ്ങൾ, ക്രിസ്തീയ സഹോദരങ്ങൾ, ദൈവദാസന്മാർ, നിങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ പിതാവുമായി ഒന്നാകണം, ആ ദൈവരാജ്യത്തിൽ കാണണം. അപ്പോ ഈ സന്ദേശം പലതാരും ത്യജിക്കപ്പെടുന്നതാണ്, പലരും മൈൻഡ് പോലും ചെയ്യാത്തതാണ്. കാരണം ജനത്തിനിത് വേണ്ട. കാരണം കർത്താവ് യേശു പറയുന്നത് ജനം കുരുടന്മാരാ. ആ കുരുടന്മാരെ വഴി നടത്തുവാനായിട്ട് കുരുടില്ലാത്ത ദൈവദാസന്മാരെ വേണം, വഴി കാണിക്കുന്നവരെ വേണം, കുരുടില്ലാത്തവരെ വേണം. കുരുടന്മാരായ ജനത്തെ വഴി നടത്തുവാൻ കുരുടനായ ദൈവദാസനാണ് എങ്കിൽ
കർത്താവ് പറയുന്നു ഇരുവരും കുഴിയിൽ വീഴത്തേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ വഴികാട്ടികളെ ആവശ്യമുണ്ട്. വഴി മുടക്കികളെയല്ല, വഴികാട്ടികളെ ആവശ്യം ഉണ്ട്. Oh Lord, I love you. I give you glory. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 39-ാം വാക്യമാണ് കർത്താവ് ഇതിന്റെ അടിസ്ഥാനമായി തന്നത്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം. ആ വാക്യം ഞാൻ വായിക്കാം. അവനൊരു ഉപമയെ അവരോട് പറഞ്ഞത്. യേശുവിന്റെ ഉപമയാണ്, എന്റെ ഉപമയല്ല. കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. വഴികാട്ടുക. അപ്പൊ യേശുവിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അപ്പൊ യേശു പറയാണ് വഴി കാട്ടേണ്ട ഒരു ശുശ്രൂഷയുണ്ട്. വഴി കാട്ടേണ്ട ശുശ്രൂഷ. കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലോ. അപ്പോ വഴി കാട്ടുന്ന ശുശ്രൂഷ, അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. വഴി കാട്ടുന്ന ശുശ്രൂഷ ഇതായിരുന്നു പൗലോസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകും. അദ്ദേഹം വഴി കാട്ടുക മാത്രമല്ല, തന്റെ ജീവിതത്തിൽ നടന്നു കാണിച്ചു കൊടുക്കുകയാണ്. വഴികാട്ടികളെ ആവശ്യമുണ്ട്. ഈ നാളുകളിൽ ആരാധനക്കാർ ധാരാളം പേരുണ്ട്, പ്രസംഗകർ ധാരാളം പേരുണ്ട്, ആശ്വാസകർ ധാരാളം പേരുണ്ട്. വഴികാട്ടികളെ കാണുന്നത് ചുരുക്കം. ഈ നാളിൽ വഴികാട്ടികളെ കാണുന്നത് ചുരുക്കം. വഴികാട്ടികളെ ആവശ്യമുണ്ട്. എന്റെ പ്രിയ മകനെ, എന്റെ പ്രിയ മകളെ, നിങ്ങൾ എണ്ണത്തിൽ ചുരുക്കമായിരിക്കും ഈ സന്ദേശത്തിന് മുമ്പിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ കുഞ്ഞെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നിനക്കൊരു വഴികാട്ടിയാകാമോ? നിനക്കൊരു വഴികാട്ടിയാകാമോ? ഒരു കേൾവിക്കാരൻ മാത്രമായി ഒതുങ്ങാതെ നിനക്കൊരു വഴികാട്ടിയാകാമോ? ഒരുപക്ഷെ നീ ചിന്തിക്കും, ഞാനൊരു വലിയ ദേവദാസനല്ലല്ലോ, ഞാനൊരു വലിയ അഭിഷിക്തനല്ലല്ലോ, ഞാനൊരു അഭിഷിക്തയല്ലല്ലോ, വലിയ വലിയ ദേവദാസന്മാർ വലിയ വലിയ പ്ലാറ്റ്ഫോം പ്രസംഗിക്കുന്നവർ അതൊന്നും അല്ലല്ലോ ഞാൻ. ഒരേ അതൊന്നും ചോദിച്ചില്ല. നിനക്ക് വഴികാട്ടിയാകാൻ കഴിയുമോ? ശത്രു സൈന്യത്തോട് യുദ്ധത്തിന് പോവാൻ മടിച്ചു നിൽക്കുന്ന മല്ലന്മാരായ ആണുങ്ങളുള്ള സ്ഥലത്ത്, ഇസ്രായേൽ ചരിത്രം പഠിച്ചു നോക്ക്, ആണുങ്ങളുള്ള സ്ഥലത്ത് ഇവരെല്ലാം പേടിത്തൊണ്ടന്മാര് എല്ലാവരും പുറകിലേക്ക് ഇറങ്ങി നീന്തപ്പോ ആണുങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ദൈവം ഇതാ ഒരു ദെബോരയെ തെരഞ്ഞെടുത്തു, ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു ആ യുദ്ധം നയിക്കാൻ. അതുകൊണ്ട് നീ വലിയ ദേവദാസനല്ല, എനിക്ക് പ്ലാറ്റ്ഫോം ഇല്ല, എന്നെ അറിയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കുഞ്ഞെ, നീ തീരുമാനമെടുക്ക. ദൈവസന്നിധിയിൽ നീ പറ, ഞാൻ വഴി കാണിച്ചു കൊടുക്കുക, എന്നെ ശക്തിപ്പെടുന്ന ഞാൻ വഴി കാണിച്ചു കൊടുക്കുക. നീ തയ്യാറാണോ പ്രിയമകനെ? നീ തയ്യാറാണോ പ്രിയമകളെ? അതോ ഞാൻ എന്നെന്നും കുത്തിയെന്ന് കേട്ടോണ്ടിരിക്കാം? വഴി കാണിക്കാൻ നീ തയ്യാറാണോ? കർത്താവിന് വഴികാട്ടികളെ ആവശ്യമുണ്ട്. വഴികാട്ടികളെ ആവശ്യമുണ്ട്. കുരുടന്മാരായ വഴികാട്ടികളെ അല്ല, കുരുടില്ലാത്ത വഴികാട്ടികളെ ആവശ്യമുണ്ട്. കുരുടില്ലാത്ത വഴികാട്ടികളെ വഴി കാണിക്കണം. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞെ, നിന്റെ അകത്ത് പ്രാർത്ഥന ഉണ്ടാകട്ടെ. കർത്താവേ, വഴി കാണിക്കുന്ന ഒരു വ്യക്തിയായി തീരും എന്നെ സഹായിക്കണമേ. വഴി കാണിക്കുന്ന ഒരു വ്യക്തിയായി തീരും എന്നെ സഹായിക്കണമേ. കുരുടന്മാരായ വഴികാട്ടികളുടെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇത് കണ്ടുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്. നിന്നെ ആരും അറിയത്തില്ലായിരിക്കാം, ഒരു വ്യക്തിയും നിന്നെ പുകഴ്ത്തി പറയുന്നില്ലായിരിക്കാം, എന്നാൽ കുഞ്ഞെ ദെബോരയെ പോലെ നിനക്കും മനസ്സുണ്ടോ വഴി കാണിക്കാൻ? ഇതാ ഞാൻ തയ്യാറാ. കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകിലേക്ക് നോക്കരുത്, മുമ്പോട്ട് തന്നെ. ഞാൻ തയ്യാറാണ്. കർത്താവ് പറയുന്നു, വേല അധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. ഒരുപക്ഷെ കുഞ്ഞെ നീ പറയും, എന്തോരം വേലക്കാരാ.
TV തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ വേലക്കാരുടെ ബഹളമല്ലേ. കുരുടന്മാരെ അനേക വേലക്കാരുണ്ടായിട്ട് എന്താ കാര്യം? പ്രിയ മകനെ, പ്രിയ മകളെ, കുരുടില്ലാത്ത ചില വേലക്കാരെ ദൈവം അന്വേഷിക്കുന്നത്. കർത്താവ് പറയുന്ന കുരുടനെ വഴി നടത്തുന്നു, അവരും വഴി നടത്തുകയാ. പക്ഷേ അവസാനം ഇരുവരും കുഴിയിൽ വീഴും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ ദൈവദാസന്മാര് ഇതാ വിശ്വാസികളും കർത്താവ് പറയാണ്, ഗെറ്റ് ഔട്ട്, ഞാനിത് ഒരു കാലത്തും അറിയുന്നില്ല. അവർ കുഴിയിൽ വീണു. ജീവിതകാലം മുഴുവൻ വഴി നടത്തുന്ന എന്ന ശുശ്രൂഷയായിരുന്നു, അവസാനം കുഴിയിൽ വീണു. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇതാ കുരുട്ടില്ലാത്ത വഴി കാണിക്കുന്നവരെ അന്വേഷിക്കുന്നു. അതിലൊന്ന് നീയാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാ ചോദ്യം. ഫാദർ, വി താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ് യു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന് 37 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോ അവിടെ ഇങ്ങനെ കാണാം, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. യേശുവിന്റെ വാക്കാണേ, വേലക്കാരോ ചുരുക്കം. വേലക്കാർ ചുരുക്കമെന്നോ? യേശുവേ, ഇങ്ങനെ മണ്ടതരം പറയല്ലേ. എന്തോരം വേലക്കാര, എന്തോരം വേലക്കാരാ. അയ്യോ, എവിടെ തുറന്നാൽ വേലക്കാരെ മുട്ടിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ. വേലക്കാർ തന്നെ വേലക്കാർ, കാണുന്നവനൊക്കെ വേലക്കാർ. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ കാണുന്നവനൊക്കെ വേലക്കാരനാ. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ സഹോദര സഹോദരി, വേലക്കാരനാകുന്നത് നല്ലതാ. പക്ഷേ യാക്കോബ് 3:1 ഓർത്തോണം, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേക ഉപദേഷ്ടക്കാന്മാരാകരുത്. വഴി കാണിക്കുന്നവരാകണമെങ്കിൽ ആദ്യം പ്രോപ്പറായിട്ട് അവർക്ക് കാഴ്ച ലഭിക്കണം, ക്രിസ്തുവിന്റെ മനസ്സ് ലഭിക്കണം, ക്രിസ്തുവിന്റെ ആ ദർശനം കിട്ടണം അവർക്ക്. ക്രിസ്തു ദർശനം മാത്രം പോരാ, ക്രിസ്തുവിന്റെ ദർശനം വേണം. മനസ്സിലായോ? ഞാൻ ക്രിസ്തുവിനെ ദർശിച്ചു. ചിലർ പറയാം, ഞാൻ അവിടെ പോയിട്ട് ഭഗവാനെ ദർശിച്ചു. ഈ ദർശനമല്ല, ക്രിസ്തുവിന്റെ ദർശനം വേണം. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ മനസ്സെന്താ? ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നത്. ഇവിടെ പറയാണ് കൊയ്ത്ത്, യേശു പറയുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം. പക്ഷെ വേലക്കാരോ ഇല്ല, ചുരുക്കം പേരേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, വേലക്കാർ ചുരുക്കം പേരേ ഉള്ളൂ. കർത്താവ് പറയും, ആകെ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പനെന്ന് പറഞ്ഞു. വഴി കാണിക്കാൻ പ്രിയ കുഞ്ഞെ നിനക്ക് മനസ്സുണ്ടോ? അനേക കുരുടന്മാരായ വഴികാട്ടികളുടെ നടുവിൽ കർത്താവിന്റെ മനസ്സുള്ള, കർത്താവിന്റെ ദർശനമുള്ള, ആ കാഴ്ചയുള്ള വഴികാട്ടികളെ അന്വേഷിക്കുകയാണ്. ഒരു ദെബേരെ പോലെ. കുഞ്ഞെ, നിനക്ക് തയ്യാറാണോ? അയ്യോ, ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ എങ്ങനെയാ? വഴി കാണിക്കാൻ തയ്യാറാണോ? കർത്താവോട് പറ. കർത്താവ് കുഞ്ഞെ നിന്നെ തന്റെ കയ്യിലെടുക്കും. വഴി കാണിക്കാൻ തയ്യാറാണോ? എങ്ങോട്ടേക്കുള്ള വഴി? കൈയടിച്ച് പാട്ട് പാടുന്നത് എന്തെങ്കിലും പറഞ്ഞ് സ്റ്റേജ് കൈയടക്കാനുള്ള പരിപാടിയല്ല. ജീവങ്കലേക്കുള്ള വഴി. യേശു പറഞ്ഞതുപോലെ ജീവങ്കലേക്കുള്ള വഴി. അത് കാണിക്കുന്നവർ ചുരുക്കമാ. ആ ചുരുക്കം കൂട്ടത്തിൽ പ്രിയ മകനെ മകളെ നീയും തയ്യാറാണോ? കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഈ ഓക്സിജന്റെ കുറ്റി. ഇതൊരു വെർച്വൽ സിലിണ്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിനുള്ളിൽ ഈ സിലിണ്ടർ തീരും. ഈ സമയത്തുള്ള കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരണം, വഴികാട്ടിയായി തീരണം. നീ വഴികാട്ടി തയ്യാറാണോ? ഞാൻ ചുറ്റും കാണുന്നതിനാണെന്നറിയാമോ? ചുറ്റും കാണുന്നത് കുറച്ച് ആളുകളെ കൂട്ടി കൈയടിപ്പിച്ചിരുത്ത്, കൈയടിപ്പിച്ച് അവിടെ ഇരുത്ത്, കൈയടിപ്പിച്ച് 3 പാട്ടുപാടി കൈയടിപ്പിച്ചിരുത്തുക. ഇതല്ല വഴികാട്ടി. ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ കൾച്ചർ ഇതല്ല വഴികാട്ടൽ. ഹല്ലേലൂയ. കുറച്ച് എൻകറേജിങ് തോട്ട് പറഞ്ഞ് അവസാനിക്കുകയല്ല വഴികാട്ടൽ. ഇത് ജനം വെളിച്ചമില്ലാത്തത് കൊണ്ട്
അവർ തകരുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ തകരുകയാണ്. അവരുടെ ചുറ്റുപാടുകൾ തകരുകയാണ്. കാരണം അവർക്ക് വെളിച്ചമില്ല. എന്താ സംഭവിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. ഈ സമയത്ത് ഈ ജനത്തിന് വഴി കാണിച്ചു കൊടുക്കണം. അല്ലാതെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും, ദൈവം നിനക്ക് എല്ലാം തരും, ദൈവം എല്ലാം തരും, ഉറക്ക സ്തുതിക്ക് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ഒരു സുഖമാണ് എന്റെ കുഞ്ഞേ. പക്ഷെ ഇതൊന്നും പരിഹാരമല്ല. ഇതൊന്നും പരിഹാരമല്ല. ധൂർത്തപുത്രൻ ആ പന്നിക്കൂട്ടിൽ കിടന്ന് വട്ടം തിരിയുമ്പോ അവന് നല്ലൊരു ജോലിയില്ല, കിട്ടിയ ജോലിക്ക് ശമ്പളമില്ല. അവിടെ വാള വരെ തിന്നാൻ വരെ അവൻ ആഗ്രഹിച്ചു. ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് വരെ ഇറങ്ങി. അതും ആരും അവന് കൊടുക്കുന്നില്ല. അവന്റെ കൈക്ക് കയറി പിടിക്കുകയാ. അവന്റെ കൈക്ക് കയറി പിടിക്കുകയാ. പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും നടക്കുകയാണ്. എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും പണം സമ്പാദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലായിടത്തും കോമ്പറ്റീഷനായി കൈ കയറി പിടിക്കുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇതിന്റെയൊക്കെ നടുവിൽ പ്രിയ കുഞ്ഞെ പരിഹാരം നമ്മുടെ ചിന്തയില് ആ ധൂർത്തപുത്രൻ ആ വാളവരയ്ക്കായി അവൻ കരയുകയാണ്. വാളവര തിന്നാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ആര് തിന്നുന്ന വാളവര? ആര് തിന്നുന്ന വാളവര? പന്നി തിന്നുന്ന വാളവര തിന്നാൻ വേറെ നിറയ്ക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ അവന്റെ അടുക്കൽ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നിട്ട് പറയുകയാണ്, എന്റെ യേശു നിനക്ക് വാളവര തരും. എന്റെ യേശു വലിയവനാണ്. എന്റെ യേശു നിനക്ക് ഈ പന്നിക്കൂട്ടിലെ ജോലിയല്ല, ഇതിലും വലിയ ജോലി തരും. ഇനി ആട്ടിൻകൂട്ടിലെ ജോലി തരും. എന്റെ യേശു നിനക്ക് വാളവര തരും. പ്രത്യേകിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് അവിടെ എങ്ങ ചെന്ന് ഈ പാവം കുരുടനായ ആ പന്നിക്കൂട്ടി കിടക്കുന്നവൻ, എന്റെ ദൈവമേ എനിക്ക് വാളവര തരണേ. പാവം ദൈവം ഈ പാവത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഈ പാവം തോന്നി അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക. അവൻ അടുത്ത ആഴ്ച സാക്ഷ്യം പറയും, എന്റെ ദൈവം എനിക്ക് വാളവര തന്നേ, എനിക്ക് വാളവര തന്നേ, എനിക്ക് വാളവര തന്നേ. അവൻ ജീവിതകാലം മുഴുവൻ അതിന്റെ ഉള്ളിൽ കിടക്കും. ഞാൻ അവന്റെ അടുക്കൽ ചെന്നത് വഴികാട്ടിയായിട്ടല്ല, വഴി മുടക്കിയായിട്ടാണ് അവന്റെ അടുക്കൽ ചെന്നത്. വഴി മുടക്കിയായിട്ട്. കാരണം ജീവിതകാലം മുഴുവൻ ആ പന്നിക്കൂട്ടിൽ കിടക്കാനല്ല ദൈവം അവനെ വിളിച്ചത്. കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് നിനക്ക്. നിന്റെ പരിഹാരം അവിടെ വട്ടം കിടന്ന് പന്നിയുടെ വാളവരയ്ക്ക് പകരം കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഫുഡ് കഴിക്കലല്ല, എന്നിട്ട് അവിടെ അവസാനിക്കലല്ല. നിന്റെ ഭാവി ആ പന്നിക്കൂട്ടിലല്ല, നിന്റെ ഭാവി ലോകത്തിലല്ല, നിന്റെ ഭാവി കാത്തിരിക്കുന്ന അപ്പന്റെ ഭവനത്തിലാ. കാത്തിരിക്കുന്ന അപ്പന്റെ ഭവനത്തിൽ. ആ അപ്പന്റെ ഭവനത്തിന്റെ പേരാ ദൈവരാജ്യം. ഇതാ യേശു പ്രസംഗിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെടാൻ പറഞ്ഞ്. എന്നാൽ കാഴ്ചയുള്ള ദേവദാസൻ അങ്ങനെയല്ല. കാഴ്ചയുള്ള ദേവദാസൻ അവൻ അവിടെ ഒരു ആശ്വാസമായി തീരും. തീർച്ച യേശു പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കത്തില്ല. അവിടെ കൊണ്ട് അവസാനിപ്പിക്കത്തില്ല. ആ ധൂർത്തപുത്രന് സുബോധം കൊടുക്കും. സുബോധം, തന്റെ വാക്കുകളിലൂടെ സുബോധം കൊടുക്കും. എന്നിട്ട് പറയൂ, മോനെ നിനക്ക് കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്, സ്നേഹനിധിയായ ഒരു പിതാവുണ്ട്. ആ പിതാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാ. കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് ഞാൻ വന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ പന്നിക്കൂട്ടത്തിൽ നീ കിടക്കരുത്. ഈ പന്നിക്കൂട്ടം നീ കിടക്കരുത്. നീ U-turn എടുക്കണം. നീ മാനസാന്തരപ്പെടണം. ഈ പന്നിക്കൂട്ടിലെ പ്രമോഷൻ അല്ല നിന്റെ വിജയം. ഈ പന്നിക്കൂട്ടിൽ നിന്ന് മാനസാന്തരപ്പെട്ട്, ഈ ലോകത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നീ ഞാൻ പോകുന്ന വഴി എന്നെ അനുഗമിച്ച് ആ പിതാവിന്റെ അടുക്കിലേക്ക്, ആ വീട്ടിലേക്ക് വാ. ധൂർത്തപുത്രൻ ഉടനെ അവന് സുബോധം വന്നു. സുബോധം. കുഞ്ഞ്, നിനക്ക് ഇതുവരെ സുബോധം വന്നോ? സുബോധം വന്നെങ്കിൽ നിന്റെ നടപ്പ് തന്നെ ഒരു വഴികാട്ടിയുടെ നടപ്പാ. ഉടനെ ആ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിന്ന് എഴുന്നേറ്റു. ഇനി അവന്റെ ശ്രദ്ധ, അവന്റെ ആഗ്രഹം വാളവരെയല്ല. അവന്റെ ആഗ്രഹം
ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ജോലിയല്ല. അവന്റെ ആഗ്രഹം മാറി. സുവിശേഷം കേട്ടാൽ നിന്റെ ആഗ്രഹം മാറും. ഈ ലോകത്തിൽ വലിയവനാകാനല്ല, പന്നിക്കൂട്ടിൽ വലിയവനാകാനല്ല, പിശാച് വാഴുന്ന ഈ നശിച്ചു പോകുന്ന ലോകത്ത് വലിയവനാകാനല്ല. നിന്റെ ആഗ്രഹം മാറും. യേശു നിനക്ക് കാണിച്ചു തന്ന സ്വർഗീയ പിതാവിനെ, കാത്തിരിക്കുന്ന പിതാവിനെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ തന്റെ മാറിലിരിക്കുന്ന ക്രിസ്തു ആ പിതാവിനെ വെളിപ്പെടുത്തുന്നു. മോനെ മോളെ, നിന്റെ സുവിശേഷത്തിലൂടെ പിതാവ് വെളിപ്പെടുന്നുണ്ടോ? യേശുവിന്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടതുപോലെ പിതാവിനെ ദൈവം കാണുന്നുണ്ടോ? അതോ യേശുവിന്റെ പേരും പറഞ്ഞ ആ പന്നിക്കൂട്ടിൽ ഒരു ആലയം പണിത് അവിടെ ഒരു ആരാധന നടത്തി ജനത്തെ അവിടെ ഇരുത്തുകയാണോ? അതോ ധൂർത്തപുത്രൻ അവിടെ ഇരിക്കാതെ എഴുന്നേറ്റതുപോലെ ഇതാ അവൻ എവിടെ നിന്ന് യാത്രയായോ, ഏത് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അപ്പന്റെ വീട്ടിലേക്ക് അവനെ തിരികെ വഴി നടത്തുന്ന ഒരു വഴികാട്ടി ശുശ്രൂഷയാണോ പ്രിയ മകനെ, പ്രിയ മകളെ, പ്രിയ ദൈവദാസി അങ്ങ് ചെയ്യുന്നത്? അതോ 3 പാട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും പാട്ട്, കിട്ടും നിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തീരും പറഞ്ഞ് ജനത്തെ അവിടെ ഈ ലോകത്തിൽ നശിപ്പിക്കുകയാണോ? കുഞ്ഞെ, ഇവിടെ എത്ര നിനക്ക് കിട്ടിയാലും എത്ര നീ ഉയർന്നാലും ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവം ഇഷ്ടം ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മത്തായി 7:21, 22, 23 ആരൊക്കെ അറിയാമോ? അഭിഷിക്തന്മാര്, രോഗികളെ സൗഖ്യമാക്കിയവര്, ഭൂതങ്ങളെ പുറത്താക്കിയവര്, പ്രവാചകന്മാര്, അതിന്റെ കൂടെ വിശ്വാസിയായ നീയും ഉണ്ട്. നീയും യേശുവിന്റെ കർത്താവ് എന്ന് പറഞ്ഞതാ. യേശു പറഞ്ഞു, എന്റെ കർത്താവ് എന്ന് പറയുന്നവനല്ല. പിന്നെ എന്റെ മാസ്റ്റർ പറഞ്ഞല്ലേ, എന്റെ അച്ഛൻ പറഞ്ഞില്ല, എന്റെ പത്രം പറഞ്ഞില്ല, കർത്താവ് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ കയറുന്നു. കർത്താവ് പറഞ്ഞു, അല്ല, എന്റെ കർത്താവ് എന്ന് പറയുന്നവനല്ല. പകരം എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്താലാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കുഞ്ഞെ, നീ എന്ത് മറുപടി പറയും? അപ്പൊ ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. കർത്താവ് പറയും, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. വഴികാട്ടികളെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. വഴികാട്ടികളെ കുഞ്ഞെ, നീ തയ്യാറാണോ വഴികാട്ടാൻ? ആദ്യം നീ നടക്ക. എന്നിട്ട് യേശുവിനെ പോലെ പറ, എന്നെ അനുഗമിക്ക. യേശുവിന്റെ പുറകെ പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്ക. അദ്ദേഹം മറ്റൊരു വഴികാട്ടി. നിനക്ക് പറയാൻ പറ്റുമോ? കുഞ്ഞെ, നീ പറയും, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, ഞാൻ യേശുവിനെ ആരാധിക്കുന്നത് പോലെ. പ്രാർത്ഥന, ആരാധനയൊക്കെ നല്ലതാ. യേശു പറഞ്ഞ അനുഗമിക്കാനാണ്. കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടു, ഈ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം പോലെ യേശു തന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ 25-ലധികം പ്രാവശ്യം യേശു പറയാണ്, എന്നെ അനുഗമിക്ക. എന്തുകൊണ്ട് ഇന്ന് ഈ വഴി കണ്ടെത്തിയവർ ചുരുക്കമായി പോയി? കാരണം ഇത് കാണിച്ചു കൊടുക്കാൻ ആളില്ല. മോളെ, നീ തയ്യാറാണോ? മോനെ, നീ തയ്യാറാണോ? അതോ എന്നെന്ന് ഞാൻ കേട്ടിരിക്കും, ഞാൻ കണ്ടിരിക്കും? നോ, യേശുവിനെ അനുഗമിക്ക. എന്നിട്ട് ഒരു വഴികാട്ടിയായി, കുരുട്ടില്ലാത്ത ഒരു വഴികാട്ടിയായി തീരെ. അധികം പേരൊന്നും കാണില്ല, അധികം പേരൊന്നും കേൾക്കില്ല. കാരണം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വഴി കണ്ടെന്ന് ചുരുക്കാന്നേ. അതുകൊണ്ട് ആയിരങ്ങളൊന്നും ഇതിനെ കാണത്തില്ല സഹോദരങ്ങളെ, ചുരുക്കം പേരെ കാണത്തുള്ളൂ. കാരണം ഇത് മനുഷ്യരുടെ ഇഷ്ടം മനുഷ്യനോട് പറഞ്ഞ് അത് സാധിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. എന്നിട്ട് അവരെ തീപ്പകലേക്ക് തള്ളുന്ന പരിപാടിയല്ല. ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യനോട് പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടത്തിന് മനുഷ്യർ നടത്തുന്ന പദ്ധതിയായത്. കഥ പറഞ്ഞു, ആ ദൈവത്തിന് ഇഷ്ടം ചെയ്ത സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, ഓ ലോഡല്ല, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ദൈവം നിന്നെ അതിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ, ഓ ലോഡ് എല്ലാവരും ഇവിടെയും പറയുന്നു, അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കം, ആ വഴി കണ്ടെത്തുന്ന ഒരു ചുരുക്കം. എന്റെ വാക്കല്ല സഹോദരങ്ങളെ, യേശുവിന്റെ വാക്ക്. അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കം. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? ഞാൻ വായിക്കാം. ഇടുക്കുവാതിലുടെ അകത്ത് കിടപ്പിൻ. ഇന്ന് നമ്മള് ഇതൊന്നും പറയത്തില്ല, പകരം അതിന് വേറെ റീപ്ലേസ് ഇങ്ങനെ വായിക്കും, നിങ്ങൾ എല്ലാവരും എന്നെ ആരാധിപ്പിൻ. അങ്ങനെ ഒരു വേർഡ് യേശു പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചേട്ടെ, ഇടുക്കുവാതിലുടെ അകത്ത് കിടപ്പിൻ. അകത്ത് കിടപ്പാൻ അഗോ എന്ന് പറയുന്ന സംഭവമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് 2 മണ്ഡലത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. 2 മണ്ഡലം.
അകവും പുറവും ഇത് രണ്ടിടത്തും ഒരുമിച്ച് ജീവിക്കണം. പക്ഷെ ഇന്ന് മനുഷ്യൻ പുറത്ത് മാത്രമായി പോയി. അധികമൊന്നും പറയാൻ പറ്റത്തില്ല, അല്പ സമയമല്ലേ ഉള്ളൂ. കൂടുതൽ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നു പോയിട്ട് നിങ്ങൾക്ക് സൗജന്യമായി അവിടെ സന്ദേശങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സൗജന്യമായി പുസ്തകങ്ങളുണ്ട്, ആത്മലോകത്തെ വെളിപ്പെടുത്ത പുസ്തകങ്ങൾ. ഇവിടെ കർത്താവ് ഇടുക്കുവാതിന്റെ അകത്ത് കടപ്പിൻ. ജനം ഇന്ന് ചോദിക്കുക, എന്താ അകം കർത്താവേ? ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാൻ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഈ ജനം പ്രശ്നങ്ങളിൽ കിടക്കുക, പന്നിക്കുട്ടി കിടക്കുകയാണ്. അവർക്ക് അനേക വിഷയങ്ങളുണ്ട്. അവരുടെ മെയിൻ പ്രശ്നം വാളവരയാ പ്രശ്നം. വയറാണ് അവരുടെ പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് വയറുമായി ഫോക്കസ് ചെയ്ത് വയറ് ദൈവമായ ലെവലിലാണ് ശുശ്രൂഷകൾ നടക്കുക. കുരുടന്മാരായ വഴികാട്ടികളാകരുത്, കാഴ്ചയുള്ള വഴികാട്ടികൾ. സ്വർഗത്തിലെ ദൈവത്തിന് വഴികാട്ടികളെ ആവശ്യമുണ്ട്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പ്. ഹല്ലേലൂയ. വഴികാട്ടി അകവും പുറമൊക്കെ അറിഞ്ഞാലേ വഴികാട്ടിയാകാൻ പറ്റത്തുള്ളൂ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. കർത്താവ് ഇതിനെന്താ കടക്കാനൊക്കെ ഉള്ളേ? ആരാധിച്ചു പോരെ? കടക്കുന്നത് അനേകരുമാകും. നാശത്തിലേക്ക് പോകുന്ന വഴിയും വാതിലൊക്കെ അതിൽ കടക്കുന്ന അനേകരാന്ന് പറയണേ. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതുകൊണ്ടാ ഈ സന്ദേശം കേൾക്കാൻ ചുരുക്കം ആളുകളുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിൽ കയറി വന്നത് നിങ്ങൾക്ക് വരം ലഭിച്ചതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, വരം ലഭിച്ചവർക്ക് ഇത് കിട്ടത്തുള്ളൂ. ദൈവരായത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ വരം ലഭിച്ചവർക്ക് കിട്ടത്തുള്ളൂ. ഇത് ചുരുക്കമത്രേ. ഹല്ലേലൂയ. കണ്ടെത്തുന്നവർ ഏത്? ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്ക. വഴി കണ്ടെത്താത്തവർക്ക് എങ്ങനെയാ വഴികാട്ടികളാകാൻ പറ്റുന്നത്? വഴി കണ്ടെത്താത്തവർക്ക് എങ്ങനെയാ വഴികാട്ടികളാകാൻ പറ്റുന്നത്? ഇന്ന് പലരും മിണ്ടാതിരിക്കുന്ന കാര്യം, അവർ ഇതുവരെ വഴി കണ്ടെത്തിയിട്ടില്ല. വഴി കണ്ടെത്താത്തവർ എങ്ങനെയാ വഴികാട്ടികളാകാൻ പറ്റുക? ഹല്ലേലൂയ. അനേക വഴികാട്ടികൾ. പക്ഷെ കർത്താവ് പറയുന്നു, അവർ കുരുടന്മാരായ വഴികാട്ടികൾ. നിങ്ങൾ പറയും, എത്രയോ ദൈവദാസന്മാർ. കർത്താവ് തിരിച്ചു വന്നെന്ന് പറയാം. കർത്താവ് വന്നപ്പോൾ ഇതേപോലെ അനേക ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇതിന് തൊട്ട് താഴെ പറയാണ്, അതിനോട് ചേർന്ന് കള്ള പ്രവാചകന്മാരെ സൃഷ്ടിക്കൊള്ളുന്നില്ല. അവർ ആടുകളുടെ വേഷം പൂണ്ട്. അപ്പോ വേഷമൊക്കെ ആടിന്റെ ആയിരിക്കും, വേഷമൊക്കെ അച്ഛന്റെയും പാസ്റ്ററുടെയും വിശ്വാസിയുടെ ഒക്കെ ആയിരിക്കും. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ വഴി കണ്ടെത്താത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, വഴി കണ്ടത് ചുരുക്കമായതിന്റെ കാരണം എന്ന് പറയുന്നത്, അനേകർ ഇതാ ദൈവം നിശ്ചയിച്ച് നിയമിച്ച തലത്തിലല്ല നിൽക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഓ ലോർഡ് ഐ ലവ് യു ആ ജീവിത സമയത്ത് നിങ്ങൾക്ക് മത്തായി 23 അധ്യായത്തെ കടന്നു വരുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശുക്രിസ്തു അവിടെ പറയുന്ന രംഗം മത്തായി 23. ഓ ലോർഡ് ഐ ലവ് യു. അതിന്റെ 16 വാക്യം കർത്താവ് പറയാണ്, ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും ദൈവദാസന്മാരോടാണ് പറയുന്നത്, പരീശന്മാരോടാണ് പറയുന്നത്. മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരെന്നും പറയുന്നു. പ്രസംഗമാണ്, അവരുടെ പ്രസംഗമാണ്. എന്നിട്ട് പറയാണ്, എന്ന് പറയുന്ന കുരുടന്മാരായ വഴികാട്ടികൾ. സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് വഴികാട്ടികളെ ആവശ്യമുണ്ട്. കുരുട്ടില്ലാത്ത വഴികാട്ടികളെ, ക്രിസ്തുവിന്റെ അതേ മനസ്സുള്ള വഴികാട്ടികളെ, ക്രിസ്തുവിന്റെ അതേ ദർശനമുള്ള വഴികാട്ടികളെ. വെറും ക്രിസ്തു ദർശനമല്ല, ക്രിസ്തുവിന്റെ ദർശനം, ക്രിസ്തുവിന്റെ മനസ്സുള്ള വഴികാട്ടികളെ. ഇവിടെ കർത്താവ് പറയുന്നത്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ആ കഷ്ടം. ഇന്ന് കൈയടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നാളെ തീയിൽ കിടന്ന് വേഗം. ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നാളെ തീയിൽ കിടന്ന് വേഗം. അതാ കർത്താവ് പറയുന്നത്, ആ കഷ്ടം. കുരുടന്മാരായ വഴികാട്ടികളെ. ഈ വഴി കണ്ടെന്നൊരു ചുരുക്കം പേരെ കാണുകയുള്ളൂ. ഇത് ശ്രദ്ധിക്കാൻ ആൾക്ക് സമയമില്ല. കാരണം പന്നിക്കൂട്ടിലെ വാളവര കഴിക്കാൻ ഉള്ള ശുശ്രൂഷയ്ക്ക് പോകണ്ടേ, ലോകത്തിൽ ഉയരാൻ വേണ്ടി ശുശ്രൂഷയ്ക്ക് പോകണ്ടേ. എന്നാൽ ലോകത്തിൽ നിന്നെ മടക്കി പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന ഒരു വഴികാട്ടി ശുശ്രൂഷകനാകാൻ പ്രിയ മകനെ നിനക്ക് മനസ്സുണ്ടോ?
ലോകം മരണത്തിലാ. ഏക മനുഷ്യർ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകം അതിന് പോകും, മരണത്താൽ പിടിക്കപ്പെടുന്നു, ഒഴിഞ്ഞു പോകും. പക്ഷെ നീ ആ പന്നിക്കൂട്ടനാകുന്ന ലോകത്തിൽ നിന്ന് മടങ്ങി പിതാവിന്റെ ഭവനത്തിലേക്ക് യേശു കാണിച്ച വഴിയിലൂടെ, മാതൃകയിലൂടെ മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടോ? നീയും ആ യാത്രയിൽ ഒരു വഴികാട്ടിയായി തീരും. നീ വഴി നടക്കുക മാത്രമല്ല, നീ ഒരു വഴികാട്ടിയായി തീരും. വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് പോലെ, അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെയും അനുകരിപ്പീൻ. അദ്ദേഹം ഒരു വഴികാട്ടിയായി മാറി. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് ഒരു ആരാധകർ മാത്രമായിട്ട് തീരുകയാ. യേശുവിനെ കർത്താവ് എന്ന് മാത്രം വിളിച്ച് അവസാനിപ്പിക്കുകയാ. കഥ പറയുന്നത് എന്നെ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല. എന്നെ മറുപടി പറയും കുഞ്ഞെ, നീയെ എന്നെ സ്വർഗസ്ഥനാക്കിയതാവിന് ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്. അതിന്റെ താഴേക്ക് വരുമ്പോ ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുകയാണ്. കുരുടന്മാരെ വഴികാട്ടികളെ, ഇന്ന് ഇതേപോലെ പറയാൻ ധൈര്യമുള്ള ദൈവദാസന്മാർ ആരുണ്ട്? കർത്താവ് പറയുന്ന പോലെ പറയാൻ. പകരം അയാളെയും പൊക്കി ഇയാളെയും പൊക്കി മാനത്ത് നിർത്തിയെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജ് കിട്ടത്തുള്ളൂ. അടുത്ത സ്റ്റേജിനല്ല, അടുത്ത സ്റ്റേജിൽ നമുക്ക് ജീവിക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്ന ദോഷം ചെയ്യാതെ തന്റെ അധരത്തെയും വ്യാജം പറയാതെ നാവിനെയും കാത്തുകൊള്ളട്ടെ. എല്ലാ നീതിയും വിട്ടൊഴിഞ്ഞ് സമാധാന മനുഷ്യനെ പിന്തുടരട്ടെ. എല്ലാ മനുഷ്യനെ സ്നേഹിക്കേ, ദൈവത്തെ അനുസരിക്കേ. കുഞ്ഞേ, നമുക്ക് അടുത്ത സ്റ്റേജല്ല വേണ്ടത്. അടുത്ത സ്റ്റേജിൽ, അടുത്ത യുഗത്തിൽ ജീവിക്കണം. യേശുവോട് ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു വീണ്ടും പറയാണ്, അതിന്റെ 24-ാം വാക്യം. യേശുവിനെ ആവർത്തിച്ച് പറയുന്നത് ഒരു തെറ്റും ഒരു പേടിയുമില്ല. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കുരുടന്മാരായ വഴികാട്ടികൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഏതു നേരവും പാട്ടും കൊട്ടും പ്രാർത്ഥനയും സുവിശേഷ പ്രസംഗവും. എന്നിട്ട് അവസാനം ആളുടെ മതത്തിൽ ചേർക്കുന്നു. സിസ്റ്ററെ കേറ്, ബ്രദറെ കേറ്, പ്രാർത്ഥിച്ചോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നമ്പർ തന്നാ മതി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, പ്രസംഗം പറഞ്ഞാൽ മതി, എല്ലാം ഞങ്ങൾ ചെയ്തോളാം. എന്തൊരു സ്നേഹം! യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടായിട്ടാണോ ഈ പറയുന്നേ? ഉണ്ടായിട്ടാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ ആദ്യം അവർക്ക് പോക്കറ്റിലിട്ടിട്ട് ചെലവ് ചെയ്യേ. അപ്പൊ അറിയാം യഥാർത്ഥത്തിൽ ഇത് അകത്തുണ്ടോ ഇല്ലേന്ന്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ യാതൊരു ചെലവുമില്ല. ഇങ്ങ പറഞ്ഞോ. പക്ഷെ നിങ്ങളുടെ പോക്കറ്റിൽ അവർക്ക് കൊടുത്ത് ആദ്യം ചെലവ് ചെയ്യേ, എന്നിട്ടും പറ പ്രാർത്ഥിക്കാമെന്ന്. അപ്പൊ അറിയാം യഥാർത്ഥത്തിൽ ആ സ്നേഹം എന്റെ അകത്തുണ്ടോ എന്ന്. മറ്റേ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ പലരുടെയും നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരുണ്ട്. എന്നാൽ നല്ലൊരു പങ്കിന്റെ ആഗ്രഹം ഈ പ്രാർത്ഥിക്കാൻ പറയുന്ന ആ വ്യക്തിയുടെ പോക്കറ്റിലെ പണമാണ്. ദൈവം അറിയുന്നു. അവരുടെ ദൈവം വയറാണ്. അവരുടെ അവസാന നാശമാണ്. അന്തർഭാഗത്തിലെ സത്യമാ ദൈവം ഇച്ഛിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യം. 3 പാട്ട് ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് വീണ്ടും പാട്ടും, വീണ്ടും പ്രാർത്ഥന, വീണ്ടും പാട്ട്, വീണ്ടും പ്രാർത്ഥന. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ്. അല്ല, ജനത്തെ ആശ്വസിപ്പിക്കേണ്ടത് ആവശ്യം തന്നെയാ. പക്ഷെ ഉദ്ദേശശുദ്ധി വളരെ പ്രാധാന്യമേറിയതാ. വഴി കാണിക്കുന്നത് ആ പന്നിക്കൂട്ടിലെ വാളവര ഇനിയും കിട്ടും, എന്റെ യേശു നിനക്ക് വാളവര തരും എന്നുള്ള സന്ദേശം അല്ല കൊടുക്കേണ്ടത്. പകരം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ടെന്ന് യേശു പറഞ്ഞതുപോലെ ആ ദൂതപുത്രന് സുബോധം കൊടുക്കണം. അല്ലാണ്ട് അവിടെ തന്നെ ഇട്ട് അവനെ ആ പന്നിക്കൂട്ടിലെ പ്രമോഷനും പന്നിക്കൂട്ടിലെ വലിയ ജോലി, ഈ പന്നിയെ തീറ്റുന്ന ജോലിയല്ല, ആടിനെ തീറ്റുന്നതും അതുമല്ല, എന്റെ അപ്പനെ സമൃദ്ധമായി അനുഗ്രഹിച്ച് പശുവിനെ തീറ്റുന്ന ജോലി തരും എന്ന് പറയാനല്ല കുരുടനായ വഴികാട്ടിയെ നിന്നെ വെച്ചത്. പകരം അവനോട് പറയണം, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ധൂർത്തപുത്രന് സുബോധം വന്നതുപോലെ നിന്റെ വാക്കുകളിലൂടെ നീ അവന് സുബോധം കൊടുക്കണം. തളർന്നിരിക്കുന്നവരെ താങ്ങണം. നിനക്ക് ശിഷ്യന്മാരുടെ നാവ് ദൈവം തന്നിട്ടില്ലേ? ഈ നാളുകളിൽ ആ നാവ് ഉപയോഗിക്കും. അവരെ താങ്ങ്. എന്നിട്ട് പറ, ഈ ലോകമാകുന്ന പന്നി കൂടിക്കിടന്ന് കളിക്കാനല്ല, നീ ക്രിസ്തുവിനെ അനുഗമിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ വീട്ടിലേക്ക് പോ. അവൻ എഴുതിയിരിക്കുന്നു, ഉടനെ അവന് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റു. എന്നിട്ട് ഉടനെ പറഞ്ഞത്, എനിക്ക് പന്നിക്കൂട്ടിലെ വാളവരിയേക്കാൾ നല്ല ബിരിയാണി കിട്ടിയിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം എത്രയോ നല്ലവനും വിശ്വസ്തനുമാണെന്ന് അറിയാമോ സിസ്റ്റർ? നോ, ആ സാക്ഷിയല്ല. പകരം എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, അവൻ ഒരാളെ കുറിച്ച് ഓർമ്മ വന്നു. ആരെയാണെന്നറിയാമോ? യേശു വെളിപ്പെടുത്തിയ പിതാവിനെ ആരും ഒരു നാളിൽ കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തിയ പിതാവിനെ അവന്റെ ഹൃദയത്തെ തെളിഞ്ഞു വന്നു. ഓടാനെ തന്നെ അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ. ഉടനെ അവന് പിതാവിന്റെ ഭവനം, ദൈവരാജ്യത്തെ കുറിച്ച് അവന് ഓർമ്മ വന്നു. അവൻ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ നടപ്പാരംഭിച്ചു. ഇതേപോലൊരു വഴികാട്ടിയാകാൻ നിനക്ക് തയ്യാറാണോ പ്രിയമകനെ? പ്രിയ ദൈവദാസനെ, നീ തയ്യാറാണോ? ഒരു വഴികാട്ടിയാകാൻ തയ്യാറാണോ? എന്നിട്ട് യേശു മുമ്പേ നടന്നു. എന്നിട്ട് പറഞ്ഞു, ഫോളോ മീ. യേശു എന്തിനാ ഫോളോ ചെയ്യുന്ന? ആരാധിച്ചപ്പോരെ ഫോളോ മീ. 25-ലധികം പ്രാവശ്യം ഈ ബൈബിൾ 4 സുവിശേഷങ്ങളിൽ മാത്രം പറഞ്ഞേ. പുസ്തകം പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിച്ചോ. ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല, എന്നെ കണ്ട് എന്നെ അനുഗമിച്ചോ. അങ്ങനെ ആ അനുഗമനം തന്നെ പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഒരു വഴികാട്ടിയായി മാറുകയാ. കുരുടന്മാരായ വഴികാട്ടികളല്ല, പന്നിക്കൂട്ടിലിട്ട് നശിപ്പിക്കുകയല്ല. ലോകോന്റെ മോഹവും ഒഴിഞ്ഞു പോകും. വഴികാട്ടിയായി തീരെ. ഹല്ലേലൂയ. എന്തിന്റെ വഴികാട്ടി? അപ്പിതാവിങ്കിലേക്കുള്ള പിതാവിന്റെ രാജ്യം ഇതാ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെട് എന്ന സന്ദേശം. അതാണ് സുവിശേഷം. ദൈവത്തിന്റെ വചനം യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമാണത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യൻ, നീ മാനസാന്തരപ്പെട്ടാൽ ഭൂമിയുടെ ഭരണം, കിങ്ഡം നിനക്ക് തരാൻ നിന്റെ അപ്പൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:26 പ്രകാരം നിന്നെ സൃഷ്ടിച്ച അതിനു വേണ്ടിയാണ്, അല്ലാതെ ആരാധിച്ച് അവസാനിപ്പിക്കാനല്ല. ദൈവം പറയാം, നമുക്ക് സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യരുണ്ടാക്കാം, അവർ എന്നെ ആരാധിക്കട്ടെ. അല്ല, അവർ നമ്മുടെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കട്ടെ, ഭൂമിയെ വാഴട്ടെ. നിന്നെ ഉണ്ടാക്കിയത് അതിനാ. പക്ഷെ നിന്നെ ഇന്ന് മരണം വാഴുകയാണ്. അതിനെ മാറ്റി നിന്നൊന്ന് കുളിപ്പിച്ചെടുത്ത് ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും മാറ്റി നിന്നെ ദൈവത്തിന്റെ മകനായി സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് വസിപ്പിക്കുന്നവനായി ഭൂമിയുടെ രാജാവാക്കി മാറ്റാൻ നിന്റെ അപ്പനൊരു പദ്ധതിയുണ്ട്. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ചെറിയ ആട്ടിൻകുട്ടമേ, ഭയപ്പെടേണ്ട. കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചു. ഇതാണോ കുഞ്ഞെ നീ കേൾക്കുന്ന സുവിശേഷം? അതോ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഇനി ആരാധിച്ചോ, സ്തുതിച്ചോ, അഭിഷേകം പ്രാപിച്ചു, എല്ലാം കഴിഞ്ഞു, ഫിനിഷ്? നോ. യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ട ആവശ്യം. യേശു വന്ന് മൂലക്കല്ല് അടിസ്ഥാനം ഇടുകയാണ്. യേശു കാൽവരിയിൽ തുറന്ന വഴിയിലൂടെ നമ്മൾ കയറണം. പക്ഷേ തുടർന്ന് യേശുവിന്റെ മനസ്സ് നാം പ്രാപിക്കണം. യേശു എന്താണ് പ്രസംഗിച്ചതെന്ന് മനസ്സിലാക്കണം. വഴികാട്ടികൾ യേശു പ്രസംഗിച്ചത് എന്താന്ന് പോലും അറിയാൻ പാടില്ലാതെ, സുവിശേഷം എന്താന്ന് പോലും അറിയാൻ പാടില്ലാതെ എങ്ങനെ വഴികാട്ടുന്നേ? യേശു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ വാ പൊളിക്കും. ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും അത് കാണാനില്ല. ഞാൻ കുറെ നാളും ബൈബിൾ കോളേജിൽ പഠിച്ചതാ. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഇത് സുവിശേഷം അറിയത്തില്ല എങ്കിൽ ഇതാ വഴികാട്ടികൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വഴികാട്ടുന്ന എങ്ങോട്ടേക്കെന്നറിയാമോ? ജീവങ്കലേക്കാ, ദൈവരാജ്യത്തിലേക്കാ. ഇതാണ് കർത്താവ് പറയുന്നത്. ജീവങ്കലേക്കുള്ള വഴി. എങ്ങോട്ടേക്കുള്ള വഴി? ഇടുങ്ങിയതാണ്, വാതിൽ ഞെരുങ്ങിയതാണ്. വഴിയും വാതിലും ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. എങ്ങോട്ടേക്ക്? ജീവങ്കലേക്ക്. എന്നാൽ ഇന്ന് വഴികാട്ടികൾ എന്ന് പറയുന്ന എല്ലാവരും അല്ല, നല്ലവരും വന്നു. വഴികാട്ടികളല്ല, വഴി മുടക്കികളാണ്. അങ്ങനെയൊന്നും പറയല്ലേ. സങ്കടം കൊണ്ട് ഞാൻ ദൈവത്തോട് പറയുന്നത്, എന്റെ ദൈവമേ, എന്ത് ചെയ്യും? ഈ വഴികാട്ടികളാണ് ഇന്ന് വഴി മുടക്കികളായി കിടക്കുന്നത്. ഈ ജനം കുരുടന്മാർ, അവർക്ക് അറിയത്തില്ല. പക്ഷെ വഴികാട്ടികൾക്കെങ്കിലും ക്രിസ്തുവിന്റെ മനസ്സ് വേണ്ടേ? ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് വേണ്ടേ? അവർ പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു വാക്യം എടുക്കും, ഏതെങ്കിലും ഒരു വാക്യം. പഴയ നിയമം ആവശ്യം തന്നെ നമുക്ക്. പക്ഷെ അതിന്റെയൊക്കെ ലക്ഷ്യം ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാല യോഹന്നാൻ വരെ ഉള്ളൂ എന്ന് യേശു പറഞ്ഞാൽ മനസ്സിലാക്കുക. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു വരുന്നു. കാലം മാറി. ഇന്ന് തക്ക സമയത്ത് ആഹാരമാണ് കൊടുക്കേണ്ടേ.
ഇന്ന് ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവർ കേട്ട് അതാണ് കൊടുക്കേണ്ടത്. പകരം ഈ വിഷമിച്ചിരിക്കുന്ന ജനത്തെ നോക്കി, വിഷമിച്ച് സങ്കടപ്പെട്ടു ഇരിക്കുന്ന ഈ ജനത്തിന്റെ മുമ്പ് യാക്കോബിന്റെ കിണറുണ്ട്, യാക്കോബിന്റെ കിണറിൽ നിങ്ങൾ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ഈ തളരണ്ട, പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും, പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് പൊങ്ങി വന്നിട്ട് നീ കഴിച്ചിട്ട് നിന്റെ പെട്ടിക്കട വലിയ സൂപ്പർ മാർക്കറ്റ് ആയിട്ട്, അതിന് സൂപ്പർ മാർക്കറ്റ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ശൃംഖലയായിട്ട്, അത് വളർന്ന ഇന്ത്യ മുഴുവൻ നിറഞ്ഞിട്ട്, അത് മുഴുവൻ ലോകം മുഴുവൻ നിറഞ്ഞിട്ട്, അങ്ങനെ ലോകം മുഴുവൻ നീ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അതിന്റെ ഇടയിൽ നിന്റെ ശ്വാസം തീരും, നിന്നെ പെട്ടിയിലടയ്ക്കും, നിന്റെ ശരീരത്തെ ഭൂമിയിലേക്ക് എറിഞ്ഞു കൊടുക്കും, നിന്റെ സോള് നിൽക്കുന്ന നരകത്തിലേക്ക് പോകും. ഇതിന്റെ ഇടയിൽ യേശു പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. ജീവനെ ആഗ്രഹിക്കണം. യേശു പറയുന്നത് ആ ജീവങ്കലേക്കുള്ള വഴി വാതിൽ ഇടുങ്ങിയതാണ്, ഞെരുങ്ങിയതാണ്. ഇടുങ്ങിയതാണ്, ഞെരുങ്ങിയതാണ്. അത് കണ്ടുന്ന ചുരുക്കമാണ്. അപ്പൊ എങ്ങോട്ടേക്കാ? ജീവങ്കലേക്ക്. അത് എങ്ങോട്ടേക്കാ? ജീവങ്കലേക്ക്. നമ്മൾ ഇന്ന് പുറത്താ സഹോദരങ്ങളെ, പുറത്ത് മരണത്തിന്റെ സോണില. പുറത്ത് മനുഷ്യന് രണ്ട് ഭാഗമുണ്ട്, അകമുണ്ട്, പുറമുണ്ട്. ഇത് ഇന്നത്തെ ജനത്തോട് പറഞ്ഞാൽ എവിടെ മനസ്സിലാകാനാ? ഏറ്റവും ജ്ഞാനിയായ ശലോമോൻ, അദ്ദേഹത്തിന് പോലെ കാര്യം മനസ്സിലായില്ല എങ്കിൽ അദ്ദേഹം മനസ്സിലായെന്ന് വെച്ച് എഴുതി. പക്ഷെ ഇന്ന് ദൈവമക്കൾക്ക് ക്രിസ്തുവിന്റെ ജ്ഞാനമാണ്. സഭാപ്രസംഗി 3:11 അദ്ദേഹം പറയണം, മനുഷ്യൻ രണ്ട് ഭാഗമുണ്ട്. മനുഷ്യന് മനസ്സിലായിട്ടില്ല, അവന് അകമുണ്ട്, പുറമുണ്ട്. അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ പൗലോസ് എഴുതി വെച്ചു. ഇത് മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. സഭാപ്രസംഗി, ഓ ലോർഡ് ഐ ലവ് യു, ഓ ഫാദർ ഐ താങ്ക് യു. ഈ വഴി കണ്ടെന്ന് വെച്ചൊരുക്കം. നിങ്ങളോ ഭാഗ്യവാന്മാർ, വരം ലഭിച്ചവർക്കല്ലാതെ ലഭ്യമല്ല. സഭാപ്രസംഗി 3:11 ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനി ദൈവപുത്രനല്ല എന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യപുത്രൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സകലം, അതായത് ദൈവ സകലവും അത് അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ഇൻ ദ ടൈം സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യനെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല. ആ ഭാഗത്ത് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട. പകരം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, അല്പം തൊട്ടിട്ടുണ്ട്. ആഴത്തിലേക്ക് പോകാൻ തക്കവണ്ണം നിങ്ങൾ അതിന്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാം. ദൈവം സകലവും അതതിന്റെ സമയത്ത്, ടൈം. ഇങ്ങനെ ഇംഗ്ലീഷ് വായിച്ച എങ്ങനെയാണ്? ഹി ഹാസ് മെയ്ഡ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ഹി ഹാസ് ഓൾസോ സെറ്റ് ദ എറ്റേണിറ്റി ഇൻ ദെയർ ഹാർട്ട്. നിത്യത അവരുടെ അകത്ത് വെച്ചിരിക്കുന്നു, സമയം അവരുടെ പുറത്ത് വെച്ചിരിക്കുന്നു. ഹലോ, വല്ല മനസ്സിലായോ? നിത്യത മനുഷ്യന്റെ അകത്ത് വെച്ചിരിക്കുന്നു, ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു, സമയം പുറത്തു വെച്ചിരിക്കുന്നു. ഇത് നമ്മളെപ്പോഴും പറയുന്നത്, ബ്രദറെ അതൊന്ന് ചെയ്യോ? ഓ ബ്രദറെ, ഓ നിത്യത ഇല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ? പറഞ്ഞിട്ടില്ല. പിന്നെ എന്നാ പറഞ്ഞേ? സമയമില്ല. എന്തില്ല? സമയം ഇല്ല. പലപ്പോഴും ആളുകൾ പറയാറില്ലേ, സമയമില്ല എന്ന് പറഞ്ഞ അവസാനം ദൈവം നിനക്ക് സമയം ഉണ്ടാക്കി തരും അല്ലേ? ഇങ്ങനെ സമയം ഉണ്ടാക്കി തന്ന അനുഭവം ഉണ്ടല്ലോ. ഇപ്പൊ ആവശ്യത്തിന് സമയം ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ആവശ്യത്തിന് സമയം ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സമയം ഉണ്ടല്ലോ. ഇപ്പോ നേരത്തെ മൊത്തം സമയമില്ലായിരുന്നു. ഇപ്പൊ ആവശ്യത്തിന് സമയമുണ്ട് എല്ലാവർക്കും അല്ലേ? വീടിന്റെ പുറത്തേക്ക് പോവുക പോലും വേണ്ടല്ലോ, ആവശ്യ സമയമുണ്ട്. അപ്പൊ പ്രിയ സഹോദരൻ ശ്രദ്ധിച്ചേ, ഇതാ അവൻ സകല ഭംഗിയായി അതതിന്റെ സമയത്ത്, ഓരോന്നിന്റെ സമയമുണ്ട്. ദൈവം ഓരോന്നിനും സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വെച്ചിട്ട് നമ്മൾ ഈ സമയത്ത് വന്ന്, ഈ സമയത്ത് നമ്മളെന്തിനാ 500 വർഷം മുമ്പ് നമ്മളുടെ വരാഞ്ഞേ? ദൈവം നമുക്ക് നിശ്ചയിച്ച സമയം ഇതാന്നേ. പിന്നെ അത് പറയാം, നിത്യതയും അവന്റെ ഹൃദയത്തിൽ, അവന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം അറിയാമോ? ഇത് മനസ്സിലായോ? മനുഷ്യന് അകമുണ്ട്, മനുഷ്യന് പുറമുണ്ട്. മനുഷ്യന് അകമുണ്ട്, മനുഷ്യന് പുറമുണ്ട്. ഇപ്പൊ കർത്താവ് പറഞ്ഞു അകത്ത് കിടപ്പിൻ എന്ന് പറയുമ്പോ മനുഷ്യർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നെ അകമാണെന്ന്. ഞങ്ങൾ 3 പാട്ട് പാടി പോരെ, പിന്നെ ആണുങ്ങളെ ഭാഗത്തുള്ള പ്രാർത്ഥിക്കണം, പെണ്ണുങ്ങളെ ഭാഗത്തുള്ള പ്രാർത്ഥിക്കണം, ഇതൊക്കെ പോരെ? കർത്താവ് നീ അകത്ത് കിടപ്പിൻ. എന്താകോ കർത്താവേ? എടാ മോനെ, മോൾക്കുട്ടിയെ, നീ പുറത്തായിന്ന്. നിന്നെ ഇറക്കിക്കളഞ്ഞു. നിന്നെ സൃഷ്ടിച്ച അവസ്ഥയിലല്ല നിർത്തിയിരിക്കുന്നത്. നിന്നെ ദൈവം ഇതാ നീ ചെയ്യാൻ പാടില്ലാത്തതിന്റെ അപ്പൂപ്പൻ ആദം ചെയ്തു കഴിഞ്ഞപ്പോ നിന്നെ ഇറക്കിക്കളഞ്ഞു, നിന്നെ പുറത്താക്കി കളഞ്ഞു.
എന്നാൽ ആദത്തിൽ നിന്നെ പുറത്താക്കിയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ക്രിസ്തുവിൽ നിന്നെ അകത്താക്കലാണ്. ഇതുകൊണ്ടാ കർത്താവ് പറയുന്നത്, അകത്ത് കടപ്പീൻ, അകത്ത് കടപ്പീൻ, അകത്ത് കടപ്പീൻ. പിടുത്തം കിട്ടിയ അകത്ത് കിടക്കണം. പുറത്ത് മരണ, ഏകമനുഷ്യ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. പുറത്ത് മരണ, അവിടെ നിന്ന് പന്നിക്കുട്ടിയിൽ നിന്ന് കൈ എടുത്തോണ്ടിരുന്നാൽ നിന്നെ മരണം കൊണ്ട് പോകും. സുബോധം വന്ന ആ പന്നിക്കുട്ടി നീ എഴുന്നേക്കണം. എന്നിട്ട് ഇനി ലോകമേ വിട, പന്നിക്കൂടെ വിട എന്ന് പറഞ്ഞുകൊണ്ട് നീ യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാകണം. ഹല്ലേലൂയ. ഇതാ സുവിശേഷം. ഇതാ യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷം. ഇന്ന് യേശുവിനെ മാത്രം പ്രസംഗിക്കുക. യേശു പ്രസംഗിച്ച സുവിശേഷം ഇന്ന് നല്ലൊരു പങ്കര അറിവില്ല. ബൈബിളിലെ സിലബസിലില്ല. സെങ്കോർദ്യൻ 4:4 പറയുന്നത് പോലെ ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കി. എന്നിട്ട് യേശു ക്രിസ്തു ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ എന്റെ മോളെ പിശാച് പ്രവർത്തിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ വഴി മുടക്കി, വഴി കാണിക്കുന്നവരല്ല, വഴി മുടക്കി ദൈവദാസന്മാരെന്ന പരീശന്മാരും ശാസ്ത്രിമാരും അതിനെ അടച്ചു കളയുന്നു. ഇതാ കർത്താവ് പറഞ്ഞേ, അപ്പൊ നിങ്ങൾ പറയാം അവര് സുവിശേഷത്തിനായിട്ട് ഓടുവാണല്ലോ, അവർ എന്തൊക്കെയാ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നത്, അവരെന്തൊക്കെ പദ്ധതിയാ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലെ ദൈവം ഇന്ന് വഴികാട്ടികളെ അന്വേഷിക്കുകയാണ്. വഴികാട്ടികളെ യേശു കാണിച്ചതുപോലെ വഴികാട്ടികളെ, വഴിമുടക്കികളെയല്ല. അങ്ങനെയൊന്നും പറയല്ലേ ബ്രദറെ, പാപം. യേശു പരീശനോട് പറഞ്ഞു കേട്ടോ, യേശു ശാസ്ത്രിയോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾ കരയും കടലും കടന്ന് ഒരുത്തനും മതത്തിൽ ചേർക്കുന്നു. അത്രേ ഉള്ളൂ പദ്ധതി. മത കൂട്ടത്തിൽ കിട്ടിയാൽ മതി, സ്നാനപ്പെട്ട അകത്ത് കിട്ടിയാൽ മതി. എന്നാൽ ഇതിന്റെ ഇടയിൽ നല്ല ദേവദാസന്മാരുണ്ട്, വഴി കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ പലരെ പ്രശ്നം മറ്റുള്ളവരെ ഭയന്ന് നിൽക്കുകയാണ്. അവര് എന്നെ പുറത്താക്കോ. യേശു പറയാ, അവര് കരയും കടലും കടന്ന് ഒരുത്തരം മതത്തിൽ ചേർക്കുന്നു. ചേർന്ന ശേഷമോ അതിന്റെ അടുത്ത് ആളെ കിട്ടുന്നുണ്ട്. യേശു പറയാ, നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യരാക്കുന്നു. ഇരട്ടിച്ച നരക യോഗ്യർ. അതിന്റെ അർത്ഥം ആ വഴികാട്ടി എവിടെ പോവുള്ളൂ? വഴികാട്ടി ഓൾറെഡി നരകത്തിലേക്കാ പോണേ. മൊത്തം പ്രസംഗവും പാട്ടും പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, സമയമില്ല ഒന്നിനും. പക്ഷെ കർത്താവ് പറഞ്ഞു, വഴികാട്ടിയായ നീ നരകത്തിലേക്ക് പോവുള്ളൂ. പിന്നെ നീ വഴികാട്ടി പ്രസംഗം കാണിച്ചിട്ട് കിട്ടിയ ആളല്ലേ, അവൻ ഇരട്ടിച്ച നരകത്തിയായി തീരും. സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിന്റെ മനസ്സുള്ള വഴികാട്ടികളെ ഇന്ന് അന്വേഷിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കേ ഏതൊരു ദേവാസന്മാരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം സത്യ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. കുഞ്ഞെ, ആണുങ്ങൾ ആരുമില്ലാത്തപ്പോഴാ സ്വർഗത്തിലെ ഒരു ദെബോരയെ തെരഞ്ഞെടുത്തത്. ഇന്ന് ദൈവദാസന്മാർ ആരുമില്ല, ശരിയാണ്. പക്ഷെ ഒരു മോനെ നീ തയ്യാറാണോ ഒരു വഴികാട്ടിയായി തീരാൻ? സ്വർഗം വഴികാട്ടികളെ അന്വേഷിക്കുന്നു. പേപ്പറിൽ കാണാറില്ലേ, ദുബായിലെ ഒരു കമ്പനി വെൽഡേഴ്സിനെ അന്വേഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവം വഴികാട്ടികളെ അന്വേഷിക്കുന്നു. നീ തയ്യാറാണോ? അതിനാദ്യം വഴി നടക്കാൻ ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കുക. പിന്നെ ക്രിസ്തുവിന്റെ ധൈര്യം പ്രാപിക്കുക. ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയണം, സത്യം, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നു. സത്യ താല്പര്യരായവരും എന്റെ വാക്ക് കേൾക്കുന്നു. അധികം പേര് സത്യ താല്പര്യമൊന്നുമില്ല, കുറച്ചു പേരേ ഉള്ളൂ. ഇതാ കർത്താവ് പറഞ്ഞ ജീവങ്കലേക്കുള്ള വഴി, വാതിലും അത് കണ്ടെന്നത് ചുരുക്കമാണെന്നേ. ചുരുക്കം. അതിലേക്ക് എത്തിപ്പെടുവാൻ പ്രിയ കുഞ്ഞേ, നിനക്ക് സ്വർഗത്തിലെ ദൈവം കൃപ നൽകി അതിലേക്ക് എത്തിച്ചേരുക. ഈ നാളുകളിൽ അതിശ്വാസം തീരുന്നതിന് മുമ്പ് ഒരു വഴികാട്ടിയായി തീരുക. ആ വഴിയിൽ ആദ്യം നടക്കാൻ യേശുവിനെ അനുഗമിച്ച് പലസ് പറയുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരിയായി തീരുവേ. അതിലേക്ക് കടന്നു പോവാ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ പറയാ, ബ്രദറെ ഞങ്ങൾക്ക് വഴി കാട്ടാൻ അറിയത്തില്ല, എങ്ങനെയായി വഴി കാട്ടുന്നേ? സിമ്പിളാ. ഞാൻ അധികം ട്രെയിനിലൊന്നും യാത്ര ചെയ്തിട്ടില്ലല്ലോ. ഒരിക്കല്
പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെ അവസരം കിട്ടും. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കും. ആ അനൗൺസ്മെന്റ് കേൾക്കുന്നത് ഇതാ ഒരു ട്രെയിൻ വരുന്നു, വേറെ ട്രെയിൻ പോകുന്നു, കുറെ അതിൻ്റെ ഇടയിൽ കൂടി വേറെ കുറെ അനൗൺസ്മെന്റ് ഉണ്ട്, ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഒരിക്കൽ നിൽക്കുമ്പോൾ ഈ കാപ്പിപ്പൊടിയുടെ അനൗൺസ്മെന്റ്, പിന്നെ വേറെ അച്ചാറിന്റെ ഈസ്റ്റേൺ കറി പൗഡറിന്റെ അനൗൺസ്മെന്റ്, ഇങ്ങനെ എല്ലാം വന്നുകൊണ്ടിരിക്കും. എല്ലാ അനൗൺസ്മെന്റിനെയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തൊരു സൗണ്ട് വരും, ടിങ് ടങ്. ആ സൗണ്ട് അതുപോലെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നിട്ട് ഒരു അനൗൺസ്മെന്റ് ഉടനെ വരും. ഇതേപോലെ നിങ്ങൾ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കുറച്ചു നേരം നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സുവിശേഷം. സുവിശേഷം ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സുവിശേഷം. ശ്രദ്ധിച്ചേ, ഇതാ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഞാൻ ഇപ്പൊ തൽക്കാലം നിങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നിൽക്കാന്ന് ചോദിക്കുക. ഡൽഹിയിൽ നിന്ന് കേരള എക്സ്പ്രസ് വരികയാണ്, കേരള എക്സ്പ്രസ്. അപ്പോ നിങ്ങൾ അവിടെ വെച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ കൂടുതൽ സമയവും ഒരു സ്ത്രീയാണ്. സ്ത്രീ ഇങ്ങനെ തളരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്പീക്കറിൽ കൂടി എല്ലായിടത്തും കേൾക്കാം. അതിന് അനൗൺസ് ചെയ്യുന്നത് ആ രംഗം ഇതാണ്, ഞങ്ങൾക്ക് വായിക്കാം. Hallelujah. May I have your attention please? Train number 12626 Delhi Trivandrum Kerala Express is arriving shortly at platform number 1. ചിരി വരുന്നല്ലേ? അതിന് തൊട്ട് പുറകെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 12626 ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കേരള എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്? ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. കാര്യം പെടുത്തും കിട്ടിയില്ലേ? എങ്കിൽ ഞാൻ ജയിച്ചു. ഇനി വഴികാട്ടിയാകാനും ബുദ്ധിമുട്ടില്ല. ഇത് തന്നെ യേശുവും പറഞ്ഞേ. യേശുവും പറഞ്ഞത് തന്നെ. യേശു കേരള എക്സ്പ്രസ് വരുന്നല്ലോ പറഞ്ഞേ. അതെ, യേശു കേരള എക്സ്പ്രസ് വരുന്നല്ല പറഞ്ഞേ, വേറൊന്ന് വരുന്നു. എന്താണ്? ദൈവരാജ്യം വരുന്നു ഭൂമിയിലേക്ക്. പെട്ടെന്ന് കിട്ടിയ ദൈവരാജ്യം വരുന്നു ഭൂമിയിലേക്ക്. കേരള എക്സ്പ്രസ് അല്ല, ദൈവരാജ്യം. ഹല്ലേലൂയ. ഇതാ 10 മിനിറ്റിനകം കേരള എക്സ്പ്രസ് ഇതാ ആ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു. തിരുവനന്തപുരം പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു, ഡൽഹിയിൽ നിന്ന് വന്നു നിന്നു. ഇതേപോലെ സ്വർഗത്തിൽ നിന്ന് ദൈവരാജ്യം ഭൂമിയിലേക്ക് വരിക. പുതിയ യെരൂശലേം ഭർത്താവിനെ അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ ഇതാ ഭൂമിയിലേക്ക് കടന്നു വരികയാ. ഇതാണ് അനൗൺസ്മെന്റ്, ഇതാണ് സുവിശേഷം. എന്നിട്ട് അതിന് പറഞ്ഞെന്തുവാ? ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. വളരെ സിമ്പിളാ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതാ വീണ്ടും ഇതിന്റെ ആളുകൾ വീണ്ടും പറയാം. ഇതാ യേശു പറഞ്ഞത് ഒരു നാടകീയമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വീണ്ടും പറഞ്ഞു തരാം. ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വീണ്ടും വാ. അടുത്ത കേൾക്കുവാണ്. മനുഷ്യരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പുറത്താക്കപ്പെട്ട ദൈവരാജ്യം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്നവർക്ക് ഞാനാകുന്ന വഴിയിലൂടെ എന്നെ അനുഗമിച്ച് അതിൽ പ്രവേശിക്കാവുന്നതാണ്. പെട്ടെന്ന് കിട്ടിയ ട്രെയിൻ വരുമ്പോൾ ഉള്ള അനൗൺസ്മെന്റ് പോലെ തന്നെയാണ് യേശു അനൗൺസ് ചെയ്തത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാരണം ഇനി മനുഷ്യരാജ്യം കാണത്തില്ല. കാരണം മനുഷ്യരാജ്യം മരണത്തിന്റെ കീഴില. അവിടെ ഒരു വൈറസ് കയറി കിടക്കുകയാണ്. വൈറസ്, ആ വൈറസാണ് പാപം. ഏക മനുഷ്യ പാപത്താൽ മരണം ലോകത്ത് കിടന്നു. എല്ലാവരും മരിക്കാൻ പോവാ. ഒരു 500 പേരെ കൈക്ക് പിടിച്ച് ആ കുഴിയിലേക്ക് ഇട്ടിട്ട് മൂടുന്ന പോലെയല്ല. ലോകം മുഴുവൻ മരണത്തിന് കീഴില. പാപം എന്ന വൈറസിലൂടെ മരണം കയറി പിടിച്ചിരിക്കുക. അതിന്റെ വാക്സിൻ കണ്ടുപിടിക്കാൻ ഇതുവരെയും ഈ ലോകത്തിന് കഴിഞ്ഞില്ല. അതിന്റെ വാക്സിൻ ഉണ്ടോ കയ്യില്? അതിന്റെ വാക്സിൻ ഉണ്ടോ? അതിന്റെ വാക്സിൻ, മരണത്തിന് പകരമുള്ള വാക്സിൻ ജീവങ്കൽ കിടക്കുന്നതാ. ജീവങ്കൽ കിടക്കണം. ജീവനെ ആഗ്രഹിക്കുക, ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവൻ ജീവനിൽ കിടക്കണമെങ്കിൽ അതിന്റെ വാക്സിൻ ഒന്നേ ഉള്ളൂ: യേശുവിനെ അനുഗമിക്കുക. ഇതാണ് അതിനുള്ള വാക്സിൻ.
ഹല്ലേലൂയ. കർത്താവ് പറയും, എന്നെ അനുഗമിക്കുന്നവൻ അവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. ആ വാക്സിൻ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ആ വാക്സിൻ ഉപയോഗിക്കണം. യേശുവിനെ അനുഗമിക്കുക എന്നുള്ള വാക്സിൻ ഉപയോഗിക്കുക. എന്നിട്ട് ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുക. പാട്ട് പാടുന്നത് നല്ലതാ, ബൈബിൾ വായിക്കുന്നതൊക്കെ നല്ലതാ. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുപോകണം. യേശുവിനെ അനുഗമിക്കണം. ദൈവം പറഞ്ഞതിന്റെ പുറകെ പോകണം. മനുഷ്യൻ പറയുന്നതിന്റെ പുറകെ അല്ല ഓടേണ്ടത്. ദൈവം പറയുന്നതിന്റെ പുറകെ ഓടണം. ആദത്തിന് പറ്റിയ പറ്റെന്താ? ദൈവം ആദത്തോട് പറഞ്ഞ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ആദം ദൈവത്തിന്റെ പുറകെ പോണതിന് പകരം തന്റെ വൈഫിന്റെ പുറകെ പോയി. തന്റെ വൈഫിന്റെ പുറകെയാണ് അത് ഓടിയത്. ആദം വൈഫിന്റെ പുറകെ പോയി. ഇന്ന് ഈ മാനവകുലം മുഴുവൻ മരണത്തിന്റെ കീഴിലേക്ക് പോയി. യേശുവിനെ അനുഗമിക്കാൻ പഠിക്കുക. അതിന് വില കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. എല്ലാം കൊണ്ടങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിൻപിലുള്ളതിനെ വിട്ട് മുൻപിലുള്ള ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോകണം. ഹല്ലേലൂയ. എനിക്ക് ഇതും വേണം അതും വേണം എന്ന് പറഞ്ഞ് രണ്ടുകൂടി നടക്കില്ല. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ളവരും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഇടയാവും. നിങ്ങളുടെ കൂടെയുള്ളവരും. ഹല്ലേലൂയ. എന്റെ ചാച്ചൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ദൈവത്തിനെ വില കൊടുക്കൂ. അത് എനിക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ദൈവം പറയുന്നത് ചെയ്യുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഭാര്യയും പുറകെ കൊടുക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ പുറകെ കൂടും. അല്ല, നിങ്ങളൊരു പേടിച്ചുകൊണ്ടനായി നിങ്ങൾ ആദത്തെ പോലെ അതിന്റെ പുറകെ പോയാൽ നിങ്ങളുടെ ഭാവിയും പോകും, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഭാവിയും പോകും. ഹല്ലേലൂയ. ഈ നാളിൽ വളരെ ശ്രദ്ധയോടുകൂടെ യേശുവിനെ അനുഗമിക്കുക. ദൈവം പറഞ്ഞത് ചെയ്യുവാനായിട്ട് തയ്യാറാകുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന് ആവശ്യം എന്ന് പറയുന്നത് കുരുട്ട് ഇല്ലാത്ത വേലക്കാരെയാണ് ആവശ്യം. ഇതുപോലെയാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇതാ കഥ പറയാണ്, വേല അധികമുണ്ട്. വേലക്കാരോ ചുരുക്കം. വേലക്ക് ആളെ കിട്ടാനില്ല. വേലക്കാർ ചുരുക്കമായി മണ്ഡലത്തിൽ. പ്രിയ മകനെ, പ്രിയ മകളെ, നീയൊക്കെ ഒരു വേലക്കാരനാകാൻ നീ തയ്യാറാണോ? ഇങ്ങനെ പറയുന്നത്, ഞാൻ കാഴ്ചക്കാരനാകാം, ഞാൻ കേൾവിക്കാരനാകാം, പക്ഷെ ഞാൻ വഴി കാണിച്ചു കൊടുക്കുന്നവനാകാൻ തയ്യാറല്ല. സ്വർഗത്തിലെ ദൈവത്തിന് വഴികാട്ടികളെയാണ് ആവശ്യം. വഴികാട്ടികളെ, കുരുട്ടില്ലാത്ത, ക്രിസ്തുവിന്റെ മനസ്സുള്ള, ക്രിസ്തുവിന്റെ മനോഭാവമുള്ള വഴികാട്ടികളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറച്ചു പേര് മാത്രം ശ്രദ്ധിക്കുന്ന, കർത്താവ് പറഞ്ഞു ഈ വഴി കണ്ടെത്താൻ ചുരുക്കം പേർ മാത്രം ശ്രദ്ധിക്കുന്ന ഈ സന്ദേശത്തിലേക്ക് എത്തുവാൻ പ്രിയ കുഞ്ഞെ നിന്നെയും ദൈവം ക്ഷണിച്ചത്. ഈ ഒരു വഴികാട്ടി ചെയ്യാൻ തയ്യാറാണ്. വഴികാട്ടിയുടെ പ്രത്യേകത, അവർ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ വഴികാട്ടുന്ന അറിയാമോ? അവർ പുറത്തുനിന്ന് അകത്തേക്കാണ് വഴികാട്ടുന്നത്. നമ്മൾ ഇന്നായിരിക്കേണ്ട സ്ഥലത്തല്ല നമ്മളെ ഇറക്കിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. എന്തുകൊണ്ടാണ് കർത്താവ് അകത്തേക്ക് വരിക എന്ന് പറയുന്നേ? കാരണം നമ്മളെ പുറത്താക്കി വിട്ടു. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം. ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറല്ല എങ്കിൽ അവൻ പുറത്തേക്ക് പോവുകയുള്ളൂ. ക്രിസ്തുവിനെ അനുഗമിച്ചാൽ അകത്തേക്ക് വരും. 3-ാം അധ്യായം 22-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു. 22-23 യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവൻ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി, മനുഷ്യനെ പുറത്താക്കി. ഒന്ന് പറഞ്ഞു നോക്കിയേ, മനുഷ്യനെ ദൈവം പുറത്താക്കി. ഹല്ലേലൂയ. പുറത്താക്കി. അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും പുറത്തു പോയെന്ന്. ലോകത്തിലേക്ക് തള്ളപ്പെട്ടത്, മരണത്തിന്റെ കീഴിലായി പോയെന്ന് പുറത്താക്കി. ഏകമനുഷ്യ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അവനെ പുറത്താക്കി. മരണത്തിന്റെ കീഴില. അതുകൊണ്ടാണ് എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ കീഴില. ഈ പുറത്തുള്ളവനെ അകത്താക്കുന്നത് യേശുവിലാണ്. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പുറത്തു നിന്ന് പന്നിക്കൂട്ടിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. യേശുവിലൂടെ ആദത്തിൽ നീ പുറത്തായെങ്കിൽ യേശുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അകത്താക്കുകയാണ്. മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ഭൗതിക സ്ഥലത്ത് നിന്ന് അകത്തും പുറത്തും ആക്കിയെന്ന്. അങ്ങനെയല്ല എൻ്റെ പ്രിയ കുഞ്ഞെ.
ധാരാളം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദേഹിയാണ്. ദേഹി ആത്മാവോട് കൂടിയായിരുന്ന ദേഹി അവിടുന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ജഡത്തോടു കൂടിയായി. അവൻ ഇനി ജഡം തന്നെയല്ലയോ? ഹല്ലേലൂയ. ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അതിലൂടെ സൗജന്യമായ പുസ്തകങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, പ്രസംഗങ്ങൾ കേൾക്കാം, അവിടുന്ന് മനസ്സിലാക്കാം. ചിത്രങ്ങൾ, പവർ പോയിന്റ് പ്രസന്റേഷനിൽ അടങ്ങിയ ചിത്രങ്ങൾ അടങ്ങിയ ആത്മലോകത്തെ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതാ പാപനിമിത്തം മനുഷ്യൻ പുറത്തായി. ഈ പുറത്തായ മനുഷ്യനോടാണ് യേശു പറയുന്നത്, ഞാനാകുന്ന വാതിലിലൂടെ നിങ്ങൾ അകത്ത് കടക്കുക. ഇതാണ് യോഹന്നാൻ 10:9. പുറത്തു പോയ മാത്രം കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിവില്ല. പവറുള്ള ഇലക്ട്രിസിറ്റി ഉള്ള ഒരു രാജ്യത്ത് നിന്ന്, ഒരു പട്ടണത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു കാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇലക്ട്രിസിറ്റി, വെളിച്ചത്തിന്റെ വില എന്തെന്ന്. പകരം അവിടെ ജീവിക്കുന്ന കാട്ടാളന്മാർക്ക് അറിയത്തില്ല. നിങ്ങൾ പറയാണ് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. അവർക്ക് എന്നാ സിറ്റി എന്ന് പറയാൻ പറ്റില്ല, കിറ്റി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലെ. കാരണം അവർക്ക് അറിയത്തില്ല. ഇതുവരെ അകത്ത് ജീവിച്ചവനല്ലേ അറിയത്തുള്ളൂ പുറത്ത് ജീവിക്കുമ്പോ എന്തുവാ അവിടുത്തെ കുറവെന്ന്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളിന്ന് പുറത്താ, എന്നാൽ നിങ്ങളെ അകത്ത് കയറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനാകുന്ന വാതിലൂടെ അകത്ത് പ്രവേശിപ്പേ. ഇതാണ് യോഹന്നാൻ 10:9 പറയുന്നേ. പൗലോസ് പല മേഖലകളിലും പറയുന്നുണ്ട്, അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് എരിവുണ്ടായിട്ടല്ല, നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയാൻ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും പുറത്താ മക്കളെ, പുറത്ത്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ അനുഗമിച്ചാൽ നമുക്ക് അകത്ത് കയറാം. യോഹന്നാന്റെ സുവിശേഷം 10:9 യേശു ക്രിസ്തു പറയുന്ന രംഗം എന്ന് പറയുന്നത്, ഞാൻ വാതിലാകുന്നു. വാതിൽ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാണ്, പുറത്തെ അകത്തെ. നിങ്ങളുടെ വീടിന്റെ മുമ്പിലെ വാതിൽ എന്താ ചെയ്യണേ? മുറ്റം പുറത്തെ, അപ്പൊ തന്നെ വീടിന്റെ അകത്തെ സെപ്പറേറ്റ് ചെയ്യല്ലേ. വാതിൽ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. യേശു പറയുന്നു, ഞാൻ വാതിലാ. അതിന്റെ അർത്ഥം യേശുവിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് മണ്ഡലങ്ങൾ. യേശുവിന്റെ ഒരു ഭാഗം ലോകമാണ്, മരണമാണ്. യേശുവിന്റെ മറുഭാഗം ദൈവരാജ്യമാണ്, ജീവനാണ്. ജീവനിൽ നാം കടക്കണം. ഹല്ലേലൂയ. അവിടെ യേശു പറയാണ്, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നെ സ്തുതിക്കുന്ന രക്ഷപ്പെടുന്നല്ല, എന്നിലൂടെ കടക്കുന്നവൻ അകത്ത് കടക്കണം. യേശുവിടെ കടക്കണം. കടക്കുന്നവൻ രക്ഷപ്പെടും. യേശു നുണ പറയോ? ഇത് കേട്ടിട്ട് ഒരു ചോദ്യം, എന്റെ ദൈവമേ, എങ്ങനെ യേശുവിലൂടെ കടക്കാൻ കഴിയും? ഹല്ലേലൂയ. യേശുവിടെ കടക്കുന്ന രക്ഷപ്പെടും. ഇത് പറയാണ്, അവൻ അകത്ത് വരികയും. കണ്ടോ? അകം കണ്ടോ? അകം കണ്ടോ? അവൻ അകത്ത് വരികയും. അപ്പൊ പുറത്തു പോയവൻ എങ്ങനെ അകത്ത് വരാം? യേശുവിലൂടെ അകത്ത് വരും. ഇതൊക്കെ ആത്മലോകം, ആത്മമണ്ഡലമാണ്. ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എങ്ങനെ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നു, ആത്മമണ്ഡലത്തിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കർത്താവ് നേരിട്ട് ചോദിക്കുന്നേ. ആത്മമണ്ഡലമാ, അവൻ അകത്ത് വരും. അകത്ത് വന്നാൽ പിന്നെ അവന്റെ ജീവിതം ആത്മാവിന്റെ നിയമത്തിലാണ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ടൈറ്റിൽ, ആത്മാ, ലോ ഓഫ് ദ സ്പിരിറ്റ്. അവൻ അകത്ത് വരും. എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ അവൻ രക്ഷപ്പെടും. അകത്ത് കിടക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടു, ഈ യാത്ര ആരംഭിച്ചത് പന്നിക്കൂട്ടിൽ നിന്നാണ്, ലോകത്തിൽ നിന്ന്. ലോകം ന്യായപ്രമാണം, ക്രിസ്തു പിതാവായ ദൈവം. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തിന് ദൈവം ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം ക്രിസ്തു വരുന്നത് വരെ നമ്മുടെ റൂട്ടാണ്, സ്പിരിച്വൽ റൂട്ട്. ക്രിസ്തു വരുന്നത് വരെ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഹല്ലേലൂയ. ഡേ കെയർ ആയിട്ട് ഭവിച്ചു. ഇനി ക്രിസ്തുവോ നമുക്ക് പിതാവിന്റെ അടുക്കിലേക്കുള്ള ഏക വഴിയായി തീർന്നു. യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശു ക്രിസ്തു സർവ്വഗോത്രത്തിനും വംശത്തിനുമുള്ളവരെ പിതാവിനായി, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ 4 സ്റ്റേഷൻ ലോകത്തിൽ നിന്ന് ആരംഭിച്ച് ഇതാ ആ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്ന ആ സ്പിരിച്വൽ റൂട്ട് ഒരു ജേണിയാണ്. ധൂർത്തപുത്രൻ ലോകത്തിൽ നിന്ന്, പന്നിക്കൂട്ടിൽ നിന്ന് ഇതാ സുബോധം വന്നപ്പോൾ അവൻ യാത്ര ആരംഭിച്ചു. അവൻ യാത്ര തുടങ്ങി പിതാവിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. ഇന്ന് ധൂർത്തപുത്രന്മാർക്ക് സുബോധം വരുന്നില്ല. എത്ര സുവിശേഷം കേട്ടാൽ അവർക്ക് സുബോധം വരുന്നില്ല. അവർ ഇതാ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നു. അത് അത്യാവശ്യം തന്നെ ചെയ്യണം. യേശു പറഞ്ഞ സുവിശേഷവും പ്രസന്റ് ചെയ്യണം. സുവിശേഷം പ്രസന്റ് ചെയ്തിട്ട് ഇവരെ സുബോധം കൊടുക്കണം. ഇനി ഈ പന്നിക്കൂട്ടിലല്ല ഞാൻ നിൽക്കേണ്ടത്. എൻ്റെ ശരീരം അവിടെ ഉണ്ടാകും, പക്ഷെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഇനി അവിടെ നിൽക്കാൻ പാടില്ല. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ യേശുവിനെ അനുഗമിച്ച്
എന്റെ ആത്മാവിൽ ഞാൻ വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയായ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിൽ ഞാൻ ഒന്നായി തീരണം, പിതാവുമായി ഒന്നായി തീരണം. ഈ ഒരു ചിന്ത മനുഷ്യർക്ക് കൊടുക്കണം. അവരെ ലോകത്തിലെല്ലാം നിർത്തേണ്ടത്, ലോകത്തിന് വിട്ടുമാറണം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തിന്റെ ഒരു ഭാഗം കൂടിയാ. ദൈവമോടെ ഇളക്കുകയാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ, കപ്പലിന് ഹോളുണ്ട്. ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ആ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ മക്കളോട് വിളിച്ചു പറയാണ്, മക്കളെ അവിടെ നിൽക്കരുത്. ഇതാ ഞാൻ ഇട്ടു തന്നിരിക്കുന്ന വഴി കണ്ടോ, ഞാൻ ഇട്ടു തന്നിരിക്കുന്ന ലാഡർ കണ്ടോ, ഇത് വഴി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ദൈവരാജ്യം എന്ന ഷിപ്പിലേക്ക്, ലോകമെന്ന കപ്പലിൽ നിന്ന് മാറിക്കോ എന്ന് പറയുമ്പോൾ മാറാതെ നിന്ന് അവിടെ നിന്ന് ബിരിയാണി സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന മുങ്ങുന്ന കപ്പലിൽ നിന്നെ വലിയവനാക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ മൂടുന്ന, അവരെ കുരുടന്മാരാക്കി വീണ്ടും തുടരുന്ന ആ സന്ദേശത്തിന് നടുവിൽ സ്നേഹനിധിയായ നിങ്ങളുടെ അപ്പൻ അവിടെ അത് കണ്ടുകൊണ്ടിരുന്ന എന്നാ ചെയ്യും? ആ കപ്പലിൽ ഒരു വിഷയം ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? എന്റെ മോൻ വിളിച്ചു പറയുന്ന ഈ സന്ദേശം നിങ്ങളൊന്ന് കേൾക്കണം. Come on, follow me. എന്നെ അനുഗമിപ്പേ. എന്നിലൂടെ കടക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും, അവൻ ജീവനിൽ കടക്കും എന്ന് പറയുമ്പോഴും ഈ പുത്രൻ പറയുന്നത് കേൾക്കാതെ ആ കപ്പല്, മുങ്ങുന്ന കപ്പൽ, ബിരിയാണി സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഒന്ന് ഇളക്കാൻ, അവരൊന്ന് മോളിലേക്ക് നോക്കാൻ ഒന്ന് ഇളക്കിയേ പറ്റൂ. അവരെ ഒന്ന് കഥ കടയിപ്പിച്ച് ഇരുത്തിയേ പറ്റൂ. അങ്ങനെയെങ്കിലും നീ ഒന്ന് മോളിലേക്ക് നോക്കി മനസ്സിലാക്ക, എന്റെ സ്നേഹനിധിയായ അപ്പൻ ഈ ലോകമാവുന്ന കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ദൈവരാജ്യമെന്ന നിത്യം നിലനിൽക്കുന്ന കപ്പലിലേക്ക്, ആ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ സ്നേഹത്തോട് വിളിക്കുകയാ എന്ന് മനസ്സിലാക്ക്. പ്രിയ കുഞ്ഞേ, ഇതാ ചങ്ക് തുറന്ന് കാണിച്ച് സ്വർഗത്തിലെ ദൈവം പറയാ, മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വരിക, നീ എനിക്ക് കാണാതെ പോയ ആടാണ്, നിന്നെ അന്വേഷിച്ചാണ് എന്റെ പുത്രൻ വന്നത്. കാണാതെ പോയതിനെ അന്വേഷിച്ച് നീ എന്റേതാ, നീ എന്റേത് മാത്രമാ. നിന്നിൽ നിന്ന് ഞാൻ ചിലത് ആഗ്രഹിക്കുന്നു. പ്രിയ മകനെ, പ്രിയ മകളെ, നീ എനിക്ക് വേണ്ടി ഒരു വഴികാട്ടിയാകുമോ? എന്റെ പുത്രൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നീ എനിക്ക് വേണ്ടി ഒരു വഴികാട്ടിയാകുമോ? ജനത്തെ സ്വർഗരാജ്യത്തിന് പുറത്തിട്ട് അടച്ചു കളയുന്ന വഴികാട്ടിയായിട്ടല്ല, ജനത്തെ എന്റെ പുത്രനിലൂടെ എന്റെ അടുക്കൽ എത്തിക്കുന്ന വഴികാട്ടിയായിട്ട്. അവരോട് പറയണം, മോനെ, നിന്റെ പ്രശ്നത്തിന് കാരണം, നിന്റെ വാളവരയില്ലായ്മയ്ക്ക് കാരണം, നിനക്ക് പന്നിക്കൂട്ടിലെ ചെറിയ ജോലി കിട്ടിയതിന്റെ കാരണം ഈ ഭൂമിയിലൊന്നുമല്ല കാരണം ഇരിക്കുന്നേ. നീ നിന്റെ സ്വർഗീയ പിതാവിനോട് അന്യപ്പെട്ടു പോയതാ കാരണം. ആ പിതാവിന്റെ അടുക്കിലേക്ക് നീ മടങ്ങി വാ. ആ ഒരു പിതാവിനെ നീ കാണും. ഇത്രയും കാലം നീ ഈ പ്രശ്നങ്ങൾ ചുറ്റും നടന്നിട്ട്, നീ നിന്റെ ദൈവദാസന്മാരെ കൂടെ കുത്തിയിരുന്ന് ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടും അവർ കരഞ്ഞ് പ്രവചിച്ചിട്ടും ഇതുവരെയും ഈ ബാധ നിന്നെ വിട്ടുപോയില്ലല്ലോ. നിന്റെ മക്കള് പറഞ്ഞില്ലേ ഞാൻ ചെകിടനാണോ എന്ന്? നിന്റെ മക്കള് പറഞ്ഞില്ലേ ദൈവം ഉണ്ടോ എന്ന്? നിങ്ങളുടെ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെ? നീ 24 മണിക്കൂറും നിർത്താതെ 3 പാട്ടും പ്രാർത്ഥനയും പ്രസംഗമായിട്ട് നീ നടന്നിട്ട് നിന്റെ ദൈവ ചെകിടനായത് കൊണ്ടല്ല കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. ലോകം അതിന്റെ മുഖം ഒഴിഞ്ഞു പോവുകയാണ്. ആ പന്നിക്കൂട്ടിലല്ല നിന്റെ ഭാവി പിതാവിന്റെ ഭവനത്തിലാണ്, സ്വർഗരാജ്യത്തിലാണ് നിന്റെ ഭാവി, ലോകത്തിലല്ല. യേശുവിനെ അനുഗമിച്ച് ഇതാ ആ പിതാവിലേക്ക് മടങ്ങുക. ഇതുപോലൊരു വഴികാട്ടിയാവുക. പ്രിയ മകനെ, പ്രിയ മകളെ, നീ തയ്യാറാണ്? യേശുവിനെ പോലെ, യേശു കാണിച്ചു തന്നതുപോലെ, ഞാനാണ് വഴി, സത്യവും ജീവനും, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലെത്താം. വഴി കാണിച്ചു തരികയാണ്. വഴി പൗലോസ് കാണിച്ചു തന്നതുപോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. വഴി കാണിച്ചു തരികയാണ്. നമുക്ക് ക്രിസ്തുവിന്റെ പുറകെ പോയാൽ നാം വഴികാട്ടികൾ. ആരാധിച്ചും പ്രാർത്ഥിച്ചും മാത്രം അവസാനിക്കുകയല്ല.
ഈ അനുഗമനം തന്നെ ഒരു ആരാധനയാണ്, അനുഗമനം തന്നെ ഒരു പ്രാർത്ഥനയാണ്. 25-ലധികം പ്രാവശ്യം യേശു പുതിയ മാത്രം പറഞ്ഞു, എന്നെ അനുഗമിക്കുക. എന്തുകൊണ്ട് നമ്മുടെ പ്രാണപ്രിയനായ ആ ക്രിസ്തു യേശുവിന് വില കൊടുത്തുകൂടാ? വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു. നിങ്ങളുടെ കുരുട്ട് കണ്ണുകൾ കാഴ്ച പ്രാപിച്ചോ? പ്രാപിക്കട്ടെ. അനേകർക്ക് കാഴ്ച പ്രാപിപ്പാൻ സ്വർഗത്തിലെ നിങ്ങൾ ഉപയോഗിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. ശ്രേഷ്ഠതയോടെ, സത്യസന്ധതയോടെ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണെന്നറിയാമോ? അവർ ദൈവത്തിൻ്റെ ഭൂമിയിലെ വഴികാട്ടികളാണ്, ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സാണ്. നമുക്കും അതിലേക്ക് തിരിയാം. ഒരു തീരുമാനമെടുക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു തീരുമാനമെടുക്കുക ദൈവസന്നിധിയിൽ. ഞാൻ മറ്റൊരു പ്രസംഗം കൂടി കേട്ട് അവസാനിപ്പിച്ചു. അല്ല, എൻ്റെ ജീവിതത്തിൽ ഇതൊരു പ്രസംഗമായി തുടരാൻ പോവുകയാണ്. ഈ വഴികാട്ടുന്നത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നടപ്പിൽ, എൻ്റെ വാക്കിൽ എല്ലാം ഒരു പ്രസംഗമായി തുടരാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. പന്നിക്കൂട്ടിലല്ല എൻ്റെ ഭാവി. പന്നിക്കൂട്ടിലെ ആശ്വാസമല്ല യഥാർത്ഥത്തിൽ എൻ്റെ ആശ്വാസം. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. അതായത് യേശുവിനെ അനുഗമിച്ച് യേശുവിനോട് പഠിപ്പിൻ. എങ്കിൽ നിന്റെ സോളിന് ആശ്വാസം കിട്ടും. ഇതത്രേ യഥാർത്ഥ ആശ്വാസം. നിന്റെ സോൾ ലോകം വിട്ട് ദൈവരാജ്യത്തിൽ കിടക്കും. നിന്റെ ദേഹി ലോകം വിട്ട്, നിന്റെ ഹൃദയം ലോകം വിട്ട് ദൈവരാജ്യത്തിൽ കിടക്കും. ദൈവരാജ്യത്തിലെ ഹൃദയം നിന്റെ ദേഹി സ്വന്തമാക്കും. ഒരു യാത്രയ്ക്ക് ഒരുങ്ങ. കുരുടന് വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. വഴി നടത്തുന്നവൻ കുരുടനാകരുത്. കാഴ്ചയുള്ളവനാണ്. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ദർശനമുള്ളവനാണ്. ആരാധിച്ച് പന്നിക്കൂട്ടിലിരിക്കാനല്ല, ക്രിസ്തുവിനെ അനുഗമിച്ച് പിതാവിന്റെ ഭവനത്തിലെത്തിയ ആ ധൂർത്തപുത്രനെ പോലെ ക്രിസ്തുവിനെ അനുഗമിച്ച് സ്വർഗരാജ്യം അവകാശമാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ എത്രേ ആത്മാവിന്റെ നിയമം പ്രാവർത്തികമാണ്. സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. സ്വകീയ പിതാവേ, സ്വർഗത്തിൽ നിന്നുള്ള ഇൻവിറ്റേഷനായി സ്തോത്രം. വഴികാട്ടികളെ ആവശ്യമുണ്ട്. കുരുടന്മാരല്ലാത്ത വഴികാട്ടികളെ ആവശ്യമുണ്ട്. വേലയധികം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വകീയ പിതാവേ, ഞങ്ങൾ അങ്ങോട്ട് യാചിക്കും. കുരുടില്ലാത്ത, കുരുടരല്ലാത്ത വഴികാട്ടികളെ ഞങ്ങൾക്ക് തരണമേ. കുരുടരല്ലാത്ത വഴികാട്ടികളായി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വഴികാട്ടലായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങൾക്ക് സ്വയമേ ഇതിനൊന്നും കഴിയില്ല, ഞങ്ങളെങ്കിൽ ആശ്രയിക്കും. അപ്പോൾ തന്നെ പ്രിയ പിതാവേ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ ആയിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രയാസവേളകളെല്ലാം അങ്ങൊരു ആശ്വാസമായി തീർന്നുകൊണ്ട് അങ്ങൊരുക്കിയ വഴി കാണുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു പിതാവേ. നിങ്ങളുടെ പുത്രനായ യേശുവിൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കുകയും യേശുവിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും യേശുവിൽ ഞങ്ങളെ വഴി നടത്തുകയും
യേശുവിൽ അങ്ങുമായി ഞങ്ങളെ ഒന്നാക്കുകയും ചെയ്യുന്ന ആ മഹാസ്നേഹത്തിനായി നന്ദി. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇവർ ലോകത്തിന്റെ വെളിച്ചമായി വഴികാട്ടികളായി അങ്ങിലേക്ക് ജനത്തെ എത്തിക്കുന്നവരായി തീരട്ടെ. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരും. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. കുറച്ച് ദിവസമേ നാം ഈ ഭൂമിയിലുള്ളൂ. ഈ ശ്വാസം അധിക താമസിയാതെ നിലനിൽക്കും. എന്നാൽ നമ്മുടെ അകത്തെ ജീവിതം അതൊരിക്കലും അവസാനിക്കുകയില്ല. അതൊന്നില്ലെങ്കിൽ നമ്മുടെ പിതാവോടുകൂടെ സ്വർഗീയ ഭവനത്തിൽ, അല്ലെങ്കിൽ പിശാചിനോ എൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയ ആ ഒരു തീപ്പൊയ്കൽ, അതിലേക്ക് ആര് ചെന്നെത്തരുതേ. പകരം ഇന്ന് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും മധുരത്തെയും ഒക്കെ കാത്തുകൊണ്ട്, വ്യാജം പറയാതെ സൂക്ഷിച്ചുകൊണ്ട്, സമാധാനം അന്വേഷിച്ച്, അനീതി ചെയ്യാതെ സമാധാനം അന്വേഷിച്ച് നീതിയെ പിന്തുടരട്ടെ. അങ്ങനെ നമുക്ക് ജീവനിൽ കടക്കുവാനായിട്ട് കർത്താവ് നമുക്ക് സഹായകമായി തീരും എന്ന് നമ്മൾ കേട്ടല്ലോ. നാം വഴികാട്ടികളാകുക, കുരുടന്മാരായ വഴികാട്ടികളല്ല. ക്രിസ്തുവിൻ്റെ അതേ ദർശനമുള്ള, ക്രിസ്തുവിൻ്റെ അതേ വിഷനുള്ള, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കും, അതേ ദർശനമുള്ള വഴികാട്ടികളായി ദൈവം നിങ്ങൾ ഏവരെയും മാറ്റട്ടെ. കർത്താവിനോട് കൂടെയുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് അനേക പ്രതിഫലം കിട്ടുന്ന ദൈവിക ശുശ്രൂഷയാണ്. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിപ്പാൻ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ചേർന്ന എല്ലാവരോടും വീണ്ടും ക്രിസ്തയേശു നാമത്തിൽ നന്ദികളെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.